ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ്. മക്കളടാ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ SSLC പരീക്ഷയുടെയും അതേപോലെ തന്നെ മോഡൽ എക്സാമിൻ്റെയും ഒരു ഹിന്ദി പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ സോഷ്യൽ പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. അതിന് നമുക്ക് പറയാൻ പറ്റും ഒരു 99% ഏതാണ്ട് അതേ പാറ്റേണിൽ തന്നെയാണ്, അതേ ക്വസ്റ്റ്യൻസ് ആണെന്നല്ല, അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നതെന്ന്. പക്ഷേ ഹിന്ദിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഹിന്ദി ഇപ്പോൾ നമുക്ക് മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അതിൽ കുറേ ചേഞ്ചസ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചില വർഷങ്ങളിൽ നമുക്ക് ഡയറി ചോദിക്കും, ചില വർഷങ്ങളിൽ ഡയറി ചോദിക്കില്ല. അതേപോലെ ചില വർഷങ്ങളിൽ നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും, ചില വർഷങ്ങളിൽ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവില്ല. ഇനി അതേപോലെ തന്നെ ചില വർഷങ്ങളിൽ ബീർബഹൂട്ടി എന്നുള്ള ചാപ്റ്റർ വന്നിട്ടുണ്ടാവും, ചില വർഷങ്ങളിൽ ആ ചാപ്റ്റർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് ഈ ഹിന്ദി പരീക്ഷയിൽ വരുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ഇന്ന പാറ്റേണിൽ തന്നെയാണ് ചോദിക്കുക, ഇന്ന നമ്പറിലുള്ള ക്വസ്റ്റ്യൻ ഇന്നത് തന്നെയായിരിക്കും എന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഏറെക്കുറെ ഒരു 90% നമുക്ക് പ്രവചിക്കാൻ പറ്റും ഏതാണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അതായത് മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും ഏതൊക്കെ ടൈപ്പ്, അതായത് ഡയറി വരുമോ, ലെറ്റർ വരുമോ, പട്കഥ വരുമോ, അല്ലെങ്കിൽ പോസ്റ്റർ വരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏറെക്കുറെയൊക്കെ പ്രവചിക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് ഏത് ചാപ്റ്റർ എന്നാണെന്ന് നമുക്ക് ഏറെക്കുറെയൊക്കെ പ്രവചിക്കാൻ പറ്റും. ഏതൊക്കെ ചാപ്റ്ററിന് ഡയറി വരാം, ഏതൊക്കെ ചാപ്റ്ററിന് പട്കഥ ചോദിക്കും, ഏതൊക്കെ ചാപ്റ്ററിന് പോസ്റ്റർ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് പോസ്റ്റർ വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏറെക്കുറെയൊക്കെ പ്രവചിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവചിച്ചുകൊണ്ട് മക്കൾക്ക് പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ, ഹിന്ദിയുടെ പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ട്രിക്കുകളായിട്ടാണ് ഇന്ന് നിങ്ങളുടെ സ്വന്തം മനോഫ് സാർ വന്നിരിക്കുന്നത്. അപ്പോൾ മക്കളെ, ഒന്നുകൂടി പറയാണ്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ, നിങ്ങൾ നേരത്തെ വീഡിയോ ഒരുപാട് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ മക്കൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ മക്കളെ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഹിന്ദി പരീക്ഷയിൽ നമുക്ക് ഈ ഡിസ്കോസ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ലെറ്റർ ആയാലും ഡയറി ആയാലും അതുപോലെ തന്നെ പട്കഥ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അത് നമുക്ക് ആകെ ഒരു 10, 12 അല്ലെങ്കിൽ 12, 16 മാർക്കിനെ എഴുതാനുണ്ടാവുള്ളൂ. ബാക്കി മാക്സിമം ഒരു 20 മാർക്കിന് മുകളിൽ നമുക്ക് കിട്ടുക ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാലാണ്. അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ്, അതേപോലെ വാക്യ പിരമിഡ്, അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു 1-2 മാർക്കിൻ്റെ ഗ്രാമർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ സഹി മിലാൻകരെ എന്ന് പറഞ്ഞ മാച്ച് ദ ഫോളോയിങ്, അതേപോലെ സഹി പ്രസ്താവ് ചുൻകർ ലിഖ എന്ന് പറഞ്ഞിട്ട് 4 പ്രസ്താവന തന്നിട്ട് അതിൽ നിന്ന് ശരിയായിട്ടുള്ള ഏതെങ്കിലും തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ 6 പ്രസ്താവന തന്നിട്ട് അതിൽ നിന്ന് 4 പ്രസ്താവന, സഹി 4 പ്രസ്താവ് ചുൻകർ ലിഖ എന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള കുറേ നൂലാമാല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനൊക്കെ ആൻസർ അറിയണമെങ്കിൽ നമ്മൾ എന്തറിയണം? ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിരിക്കണം. വായിച്ചാൽ മാത്രം പോരാ, ഓരോ കഥയുടെയും ഓരോ വാക്കിൻ്റെയും മീനിങ്സും കൂടി അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10-20 മാർക്കിൻ്റെ മേലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ആൻസർ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ ഉണ്ടാവുക. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയാൽ ഈസി ആയിട്ട് നമുക്ക് ആ മാർക്കുകൾ വാങ്ങാം. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം തന്നെ എൻ്റെ മക്കൾ ഏതെങ്കിലും നമ്മുടെ ചാനൽ കണ്ടിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലേബറിൻ്റെയോ മറ്റേതെങ്കിലും ഗൈഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ വാക്കുകളുടെ മീനിങ്ങുകളൊക്കെ മക്കളൊന്ന് പഠിക്കുക. വാക്കുകളുടെ മീനിങ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് A+ എത്താൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു 10-16 മാർക്കിന് ബാക്കിയുള്ള ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. അതിൽ തന്നെ നമുക്കറിയാം ഒരു കവിതയുടെ ആശയമാണ് 4 മാർക്കിന് വരെ അല്ലേ. നമുക്ക് ആകെ 3 കവിതകളാണ് പഠിക്കാനുള്ളത്. ബച്ചേ കംപർ ജാ രേ ഹേ, അതേപോലെ തന്നെ നമ്മുടെ ടൂട്ടാ പഹിയ, അക്കാലോർസ്കേ ബാദ്. ഈ 3 കവിതയുടെ ആശയം പഠിച്ചു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്നല്ല 4 മാർക്കിന് വരിക. അപ്പം തന്നെ 4 മാർക്ക് നമുക്ക് അങ്ങനെയും കിട്ടും. അപ്പം തന്നെ നമുക്ക് ഏകദേശം B+ എത്താനുള്ള മാർക്കായി അല്ലേ. അർത്ഥവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 വേർഡും അതേപോലെ സൈമിലാൻകാർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ആശയം പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്കും കിട്ടി. പിന്നെ നമുക്ക് ഈ ഡയറി, പട്കഥ, ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റർ, ഇതെല്ലാം കൂടിയുള്ളതല്ലേ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ്, നമ്മളെല്ലാത്തിനും ഫോർമാറ്റുകൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉടായ്പ ഫോർമാറ്റുകൾ തന്നെ ചെയ്തിട്ടുണ്ടല്ലേ. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് റീപോസ്റ്റും ചെയ്യും ആ വീഡിയോകളൊക്കെ. അതൊക്കെ മക്കൾ കണ്ടിട്ട് ആ ഫോർമാറ്റ് പഠിച്ചാൽ തന്നെ 4 3 മാർക്ക് കൺഫേം ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100% കൺഫേം ആയിട്ട് നിങ്ങൾക്ക് 4 3 മാർക്ക് കിട്ടും. നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും ആ ഉടായ്പ ഫോർമാറ്റുകൾ അനുസരിച്ച് എഴുതിയാൽ തന്നെ. പിന്നെ അതിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യം കൂടി കണ്ടന്റും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് 4 മാർക്കും കിട്ടും. അപ്പം പിന്നെ മക്കൾ എന്തിനാ കഷ്ടപ്പെട്ടും കണ്ട് കുറേ ഡയറിയും കുറേ കണ്ടന്റുകളൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാത്തിലും ഒരു 3-4 സെൻറ്റൻസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഫോർമാറ്റ് അനുസരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഹിന്ദിയിലേക്ക് എന്ത് ചെയ്യാം, A+ എത്താം. കുറേ കുട്ടികൾക്ക് ബേജാറുള്ളതാണ്, ഹിന്ദി എന്താ ചെയ്യുക, ഹിന്ദി എന്താ പഠിക്കുക, കുറേ ഉണ്ടല്ലോ, ഹിന്ദി എത്ര പഠിച്ചിട്ടും തലേ കയറില്ലാന്ന്. ഞാൻ പറഞ്ഞ മാതിരി സിസ്റ്റം ചെയ്താൽ മതി മക്കൾ. ആകെപ്പാടെ നമുക്ക് 11 ചാപ്റ്ററുകളടാ. ആ 11 ചാപ്റ്ററിൽ 3 കവിതയാണ്. ഈ 3 കവിതേൻ്റെ മക്കൾ ആശയം പഠിക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ള 8 ചാപ്റ്ററുകളിൽ നമുക്ക് ആ പാഠഭാഗങ്ങളുടെയൊക്കെ മീനിങ്സ് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മീനിങ്സ് പഠിക്കുക. ആ പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എന്തായാലും A+ കിട്ടും. ഓക്കെ, ബാക്കി നമുക്ക് ഈ ഫോർമാറ്റുകളും പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കൺഫേം ആണ്. നിങ്ങൾക്ക് എന്തായാലും 36 മാർക്കിൻ്റെ മേലെ, 35 മാർക്ക് മതി നമുക്ക്, 36 മാർക്കിൻ്റെ മേലേക്ക് തന്നെ നിങ്ങൾക്ക് കൂളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മക്കൾ ആ രീതിയിൽ പഠിക്കുക. എന്തായാലും നമ്മളിത് അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ നിങ്ങൾക്കായിട്ട് തരികയാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ ട്യൂഷൻ സെൻറ്റർ ഓക്സ്ഫോർഡ് അക്കാദമിയിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ മക്കളെ. ഇത് ഇതേമാതിരി
ഇതേമാതിരി വരും എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഏതാണ്ട് ഇതുപോലെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, പക്ഷേ ഇതിൽ ഞാൻ തന്ന എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ SLCക്കായാലും മോഡൽ എക്സാമിനായാലും ഉണ്ടാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ഇതുവരെ വന്നിട്ടുള്ള ഒരു മാതൃക അനുസരിച്ച് ഈ ചാപ്റ്ററുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്ററുകൾ മക്കൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഇതിൻ്റെ മീനിങ്ങളൊക്കെ മക്കൾ പഠിച്ചിരിക്കണം. ഇത്രയും ചാപ്റ്ററുകൾ കവർ ചെയ്താൽ തന്നെ ഏകദേശം മക്കൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അത്യാവശ്യം അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത്. ഇതുപോലെ 2-3 പേജ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടോട്ടൽ 1, 2, 3, 4 പേജ് ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ 4 പേജ് ഉണ്ടാവാം. ടോട്ടൽ നമുക്ക് എന്തായാലും ഒരു 18ഓളം ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ 18ഓളം ചോദ്യങ്ങളിൽ നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ചോദ്യം വരുന്നതെന്ന് ശ്രദ്ധിച്ചു മക്കളെ. അതായത് ആദ്യം നമുക്ക് എന്ത് വിചാരിച്ചാൽ ഇതുപോലെ ഒരു ബോക്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൻ്റെ ഒരു സൂചന തരും, ഒരു പാരഗ്രാഫ് തരും. മക്കൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കണം എന്നല്ലേ. അങ്ങനെ വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് ഈ പാഠഭാഗത്തിൻ്റെ സൂചന വായിക്കേണ്ട ആവശ്യമില്ലടാ. ഇത് വായിക്കാത്ത ഇപ്പോൾ ഇത് മേലെ കൊടുത്തിട്ടുണ്ടോ, ഠാക്കൂർ കാ കുആം കഹാനി കാ യഹ് അംശ് പഠേ പ്രശ്ന ഏക് ഓർ ദോ കെ ഉത്തർ ലിഖേ. അതായത് ഠാക്കൂർ കാ കുആം എന്ന് പറഞ്ഞ കഥയുടെ ഈ അംശ് എന്ന് പറഞ്ഞ ഭാഗം, ഒരു ഭാഗം നമുക്ക് ബോക്സിൽ തന്നിട്ടുണ്ട്. അത് നമ്മളോട് പഠേ എന്ന് പറഞ്ഞാൽ വായിക്കാനാണ് പറയുന്നത് അല്ലേ. എന്നിട്ട് വായിച്ചിട്ട് 1-2 ചോദ്യങ്ങൾ താഴെ കണ്ടോ, 1ാമത്തെ ക്വസ്റ്റ്യനും 2ാമത്തെ ക്വസ്റ്റ്യനും 2 ചോദ്യം തന്നിട്ട് 2 ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ പാറ്റേണിലാണ് നമുക്ക് ഹിന്ദിയിൽ ചോദ്യം വരിക. മേലെ ഒരു ബോക്സിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ 2 സെന്റൻസുകളോ പാരഗ്രാഫോ തരും. അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ തരും. അപ്പോൾ ഇതിന്റെ ഉത്തരം ഈ പാരഗ്രാഫിൽ ഉണ്ടാവണം എന്നില്ല, പക്ഷെ പാഠം വായിച്ചവൻ ഈസി ആയിട്ട് ഉത്തരം കിട്ടും. ചിലപ്പോൾ ഇതുപോലെ ബ്രാക്കറ്റിൽ ഓപ്ഷൻസും തരും. 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ മിക്കവാറും ഓപ്ഷൻസും ഉണ്ടാവും, ചിലതിന് മാത്രം ഓപ്ഷൻ ഇല്ലാതെ കൂടും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളിന് തരാണ്. ഠാക്കൂർ കാ കുആം എന്ന വായനയിലെ ഒരു പാരഗ്രാഫ് ഉണ്ട്. പാരഗ്രാഫ് ഒന്നും ഞാനിവിടെ വായിക്കുന്നില്ല. എന്നിട്ട് ഇവിടെ തന്നൊരു ചോദ്യം നോക്ക്, യഹാം കിസ് സാമാജിക സമസ്യ കാ ഉല്ലേഖ കിയാ ഹൈ. ഈ സാമാജിക സമസ്യ എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രശ്നം എന്നാണ് അർത്ഥം, അതായത് സോഷ്യൽ പ്രോബ്ലം. അപ്പം നിങ്ങൾ ഈ വാക്കൊന്ന് പഠിച്ചു, ഇങ്ങനത്തെ വാക്കുകൾ പഠിച്ചു വെക്കാന്നുള്ള. സാമാജികം എന്ന് പറഞ്ഞാൽ തന്നെ സമൂഹം എന്നാണ് അർത്ഥം അല്ലേ. സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നം. അപ്പോൾ സാമാജിക സമസ്യ പറഞ്ഞാൽ സോഷ്യൽ പ്രോബ്ലം എന്നാണ് അർത്ഥം. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ വരാൻ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഠാക്കൂർ കാ കുആം എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നെങ്കിൽ ഇത് ഏത് സാമൂഹിക പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും. ഠാക്കൂർ കാ കുആം എന്ന് പറഞ്ഞ കഥ ജാതി പ്രഥ, അതായത് ജാതി വ്യവസ്ഥയെ കുറിച്ചാണ്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസിൽ ബിമാരി കാ കഠിനായിയാം, ഗരീബി, ജാതി പ്രഥ, പാനി കാ ദിക്കത്ത് എന്നൊക്കെ തന്നിട്ടുണ്ട്. നമുക്കൊന്നും നോക്കണ്ട, ബാക്കിയുള്ളതിന്റെ അർത്ഥമൊന്നും നമുക്ക് നോക്കണ്ട. നമുക്കിവിടെ ജാതി പ്രഥ എന്നുണ്ട്, അതാണ് ഇതിന്റെ ആൻസർ, ജാതി വ്യവസ്ഥ അല്ലെ. അപ്പൊ ഠാക്കൂർ കാ കുആം എന്ന് പറഞ്ഞ കഥ ജാതി പ്രഥയെ കുറിച്ചാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട. ഇനിയിപ്പോൾ ഓപ്ഷൻ ഇല്ലെങ്കിലും നമ്മൾ ആൻസർ മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ സമാനമായ വേറെ ചില ചോദ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അക്കാൽ ഓർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞൊരു കവിത നമുക്കുണ്ട്. അതെന്തിനെ കുറിച്ചാന്ന് വെച്ചാൽ അക്കാൽ ക്ഷാമത്തെ കുറിച്ചാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ഗുഡലി തോ പരായി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലേ, ഗുഡലി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കഥ. അപ്പൊ അതെന്തിനെ കുറിച്ചുള്ള കഥ, അതെന്ത് സാമാജിക സമസ്യ, സാമൂഹിക പ്രശ്നത്തെ കുറിച്ചാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം സ്ത്രീ പുരുഷ അസമാനത, അതല്ലെങ്കിൽ ലടുക്ക ലടുക്കി ഭേദഭാവ്. ഓർത്തു വെക്കണേ, സ്ത്രീ പുരുഷ സമാനത, അസമാനത, അസമാനത പറഞ്ഞാൽ അസമത്വം. അപ്പൊ സ്ത്രീ പുരുഷ അസമത്വത്തെ കുറിച്ച്, അതല്ലെങ്കിൽ ലടുക്ക ലടുക്കി ഭേദഭാവ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ആ കഥയിൽ പറയുന്ന പ്രമേയം അല്ലെ. ഇനി അതേപോലെ തന്നെ ബച്ചേ കാംപർ ജാരേ എന്ന് പറഞ്ഞ കവിതയുണ്ട്. ആ കവിത ഏത് സാമാജിക സമസ്യ പറഞ്ഞതെന്ന് വെച്ചാൽ ബാലശ്രം. ബാലശ്രം എന്ന് പറഞ്ഞാൽ ബാലവേല, ചൈൽഡ് ലേബർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചില കഥകൾ എന്തിനെ കുറിച്ചാണെന്ന് ചോദിക്കും. അപ്പോൾ അതിപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. മനസ്സിലാവാത്തൊരു വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് അതൊന്ന് പഠിച്ച 1 വേർഡ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം നോക്ക്, കഹാനി കെ ഇസ് പ്രസംഗ കെ ആധാർ പർ പട്കഥ കെ ദൃശ്യലിഖേ. ഈ പട്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് തിരക്കഥയാണല്ലടാ, തിരക്കഥ. പട്കഥ എന്ന് പറഞ്ഞാൽ തന്നെ അത് തിരക്കഥ, സ്ക്രീൻ പ്ലേ അല്ലേ. അപ്പൊ പട്കഥയ്ക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്നുള്ള ഈ ഠാക്കൂർ കാ കുആമിലെ പട്കഥ, അതേപോലെ തന്നെ നമ്മുടെ ബീർ ബഹുട്ടിയിലെ പട്കഥ, ഇങ്ങനെയുള്ള പട്കഥകളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി പബ്ലിക് എക്സാം ആകുമ്പോഴത്തേന് റീപോസ്റ്റ് ചെയ്യും. മോഡൽ എക്സാമിന് മുന്നേ വേണ്ടവർ നമ്മുടെ ചാനലിന്റെ SLC ഹിന്ദി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കിയാൽ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോയിൽ നോക്കിയിട്ട് കാണാം. അപ്പൊ എന്തായാലും മക്കൾ മനസ്സിലാക്കുക, പട്കഥയ്ക്ക് ദൃശ്യ, സ്ഥാന, സമയ, പാത്ര എന്നൊക്കെ പറഞ്ഞ് കുറെ ഫോർമാറ്റുകളുണ്ട്. സംവാദ്, ദൃശ്യ, കവിരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോർമാറ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഫോർമാറ്റിലൊക്കെ ഉണ്ട്. ആ ഫോർമാറ്റ് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 3ഓളം മാർക്ക് കിട്ടും. പിന്നെ അതിലൂടെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളും കൂടി കണ്ടന്റും കൂടി വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യുക. ഒരുപാട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫോർമാറ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അതെല്ലാം പട്കഥ പഠിച്ചു വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് 3-4 പാഠങ്ങളാണ് പട്കഥക്കുള്ളത്. ഒന്ന് ബീർ ബഹുട്ടി മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ ഠാക്കൂർ കാ കുആം വന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിനോ പബ്ലിക്
എക്സാമിനോ ചിലപ്പം ബീർ ബഹുട്ടി എന്ന് വന്നേക്കാം പഠിക്കഥ. ഓക്കെ, എന്തായാലും മനസ്സിലാക്കാം. ഫസ്റ്റത്തെ സെറ്റിൽ നിങ്ങൾക്ക് പഠിക്കഥ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരീക്ഷയിലും പഠിക്കഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കഥ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ പഠിക്കഥയുടെ ഫോർമാറ്റ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. അത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം പഠിക്കഥ ബീർ ബഹുട്ടിയത്തെ ഒരു പഠിക്കഥ പഠിച്ചേക്കാം. ഒന്നെങ്കിലും പഠിച്ചു വെക്കാം. മൊത്തം പഠിച്ചു വെക്കാൻ പറ്റുന്ന മക്കളാണെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഠാക്കൂർ കാ ഖ്വാമിലെ പഠിക്കഥ പഠിച്ചു വെക്കുക. അതായത് ഇപ്പം ബീർ ബഹുട്ടിയിലാണ് നമുക്കറിയാം ബേലയും സായിലും കൂടി എന്ത് ചെയ്യുന്നത്, ഈ ബീർ ബഹുട്ടികളെ വയലിൽ തിരയുന്ന അല്ലെ. അതുപോലെ തന്നെ വേദോനം, അവർ രണ്ടുപേരും കൂടി ദുക്കാൻ, അതായത് കടയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സായി പറഞ്ഞ കേരിയെ ജാത്തെ അല്ലേ, ഈ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ മഷി നിറയ്ക്കാൻ പോകുന്ന രംഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പം എന്ത് ചെയ്യും, പഠിക്കഥ ചോദിച്ചേക്കാം. അതുപോലെ സുരേന്ദ്ര മാഷ് ബേലയെ ഉപദ്രവിക്കുന്നുണ്ട്, ആ രംഗത്തിലൊരു പഠിക്കഥ ചോദിച്ചേക്കാം. കഥയുടെ അവസാനത്തിൽ കഹാനിക്ക് അന്തമേം ദോനം ബിച്ചഡൻ കേലെ, അതായത് നമ്മുടെ വേർപാടിൻ്റെ ഒരു സമയമുണ്ട്, രണ്ടുപേരും പ്രോഗ്രസ് കാർഡൊക്കെ നോക്കിയിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വേർപിരിഞ്ഞു പോകുന്ന രംഗമുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പം പഠിക്കഥ ചോദിച്ചേക്കാം. അപ്പോൾ ബീർ ബഹുട്ടിയിലെ ഈ പഠിക്കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ചിലപ്പം അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതേപോലെ ഠാക്കൂർ കാ ഖ്വാമിൽ ഗംഗയും ജോഗും കൂടിയ വെള്ളം ചോദിക്കുന്ന ആ സമയം ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു പഠിക്കഥ വരാം. അതല്ലെങ്കിൽ നമുക്ക് ആ സ്ത്രീകൾ വെള്ളം എടുക്കാൻ പോകുന്ന രംഗം വന്നേക്കാം. അതല്ലെങ്കിൽ കഥയുടെ അവസാനത്തിൽ നമ്മുടെ ഗംഗി വെള്ളം എടുക്കുന്നതിൽ പരാജയപ്പെട്ടു, ഠാക്കൂർ വാതിൽ തുറന്നപ്പോൾ അവൾക്ക് കയ്യിൽ നിന്ന് കിണറിലേക്ക് വെള്ളത്തിൻ്റെ ഈ പാത്രമൊക്കെ വീണു, ഇല്ലേ കൊടക്കെ വീണു പോയി. അവൾ ഓടിക്കതച്ച് വീട്ടിലെത്തിയപ്പം നമ്മുടെ ജോഗു ആ മോഷിഞ്ഞ വെള്ളല്ലേ ബദ്ബു പാനി പീരഹ അല്ലേ കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണോ അവൾ കാണുന്നത്. അപ്പോൾ ആ ഒരു രംഗം ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചോദിച്ചേക്കാം, ഒരു പഠിക്കഥയൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള പഠിക്കഥകൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പഠിക്കഥ വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ഗുഡലിത്തോ പരായി എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. ആ ചാപ്റ്ററിലും നമുക്കറിയാം ഗുഡലിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അമ്മായി ഇങ്ങനെ നിന്റെ വീടല്ല, ഈ ഗർ പരായത്തോ അല്ലെ, ഈ ഗർ അന്യൻ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. ആ രംഗമൊക്കെ ഓർത്തുകൊണ്ട് ഗുഡലി ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മയും ഗുഡലിയും തമ്മിൽ സംഭാഷണം നടക്കുന്ന സമയത്ത് ഒരു പഠിക്കഥ ചിലപ്പം ചോദിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 ചാപ്റ്റർ ഒന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് മക്കൾക്ക് പഠിക്കഥ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ അയാം കലാം കെ ബഹാനയിലെ ആ കലാമും രൺവിജയ് സിംഗും തമ്മിലുള്ള ഭാഗത്തുനിന്ന് ചിലപ്പം പഠിക്കഥ വന്നേക്കാം. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ 3 ചാപ്റ്റർ നിങ്ങൾ എന്തായാലും പഠിക്കഥേൻ്റെ ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മിക്കവാറും പഠിക്കഥ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കും. അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി മക്കളെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ, അതായത് നമുക്ക് അടുത്ത സെറ്റിലേക്ക് ഞാനൊന്ന് വലുതാക്കി തരാം. അതായത് അടുത്ത സെറ്റ് ഇതാണ്, ബീർ ബഹുട്ടി കഹാനി കാ യഹ് അംശ് പഠേ പ്രശ്ന 3 और 5. അതായത് ബീർ ബഹുട്ടി എന്ന കഹാനിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ ബോക്സിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് 3 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖ എന്നാണ് പറഞ്ഞത്. അതായത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ചുന്ന എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാന്നാണ്, കർ എന്ന് പറഞ്ഞാൽ കൊണ്ട്, അപ്പം തിരഞ്ഞെടുത്തുകൊണ്ട് എഴുതാനാണ് പറഞ്ഞത്. ലിഖ എന്ന് പറഞ്ഞാൽ എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് 4 കാക്ക ഗംഗ എന്ന് പറഞ്ഞിട്ട് 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം ശരിയാണ്. ഇത്തരം ചോദ്യങ്ങൾ 2 രീതിയിലാണ് ചോദിക്കുക. ഒന്നുകിൽ ഇതിൽ ഗ്രാമർ തെറ്റിച്ചുകൊണ്ട് തരും. ഓക്കെ, ഗ്രാമർ മിസ്റ്റേക്ക് ആയിരിക്കും, ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും ശരിയായ ഗ്രാമർ ഉള്ളത്, അങ്ങനെ ആയിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പം പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രസ്താവനയായിരിക്കും തരിക. ആ പ്രസ്താവനയിൽ ഒരു പ്രസ്താവന മാത്രമായിരിക്കും പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് ശരിയായതുണ്ടാവും, ബാക്കിയൊക്കെ തെറ്റായിരിക്കും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഓരോന്നും. ബേല ഓർ സാഹിൽ സ്കൂൾ മേം ബീർ ബഹുട്ടിയോം കോ ഗോച്തേ ഹെ എന്നതിൻ്റെ അർത്ഥം നമുക്ക് വായിക്കുമ്പോൾ അർത്ഥം തെറ്റൊന്നും തോന്നില്ല അല്ലേ. ബേലയും സാഹിലും സ്കൂളിൽ ബീർ ബഹുട്ടികളെ തിരയുന്നു. അപ്പോൾ ഈ ഗോജന എന്ന് പറഞ്ഞ ടെക്സ്റ്റിലുള്ള വാക്കാണ് തിരയുക. ആ വാക്കിൻ്റെ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പാഠപുസ്തകം വായിച്ച അർത്ഥം പഠിക്കണം മക്കൾ എന്നല്ലേ. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ ബേലയും സാഹിലും ബീർ ബഹുട്ടികളെ സ്കൂളിൽ തിരയുന്നു. സ്കൂളല്ലല്ലോ തിരഞ്ഞത്, എവിടെയാണ് അവർ ബീർ ബോട്ടുകളെ തിരഞ്ഞത്? സടക്കെ പാസ് ഗേത്തോമേ എന്നല്ലേ, വയലുകളിലല്ലേ. അപ്പോൾ വയലിന് ഗേത്താണ് പറയാം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇതിലുണ്ടോ നോക്കിയാൽ മതി. മൂന്നാമത്തെ നോക്കിയാൽ ബേല ഓർ സാഹിൽ ഗേത്തുമേയും ബീർ ബഹുട്ടിയും ഒക്കെ ഗോഷ്തേ ഹേ, ബേലയും സാഹിലും വയലിൽ ബീർ ബഹുട്ടികളെ തിരയുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ. അപ്പോൾ നമ്മുടെ മൂന്നാമത്താണ് ഉത്തരം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഉത്തരം കണ്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയാൽ ബീർ ബഹുട്ടിയോं का വിശേഷൺ ക്യാ ക്യാ ഹേ, അതിന് ഓപ്ഷൻ ഒന്നുമില്ല. 2 മാർക്കിന്റെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചേക്കാം. ബീർ ബഹുട്ടികളുടെ വിശേഷണം എന്താണ്, ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് മിക്കവാറും നമുക്ക് ഈ പാസേജിൽ തന്നെ ഉണ്ടാവും. ബീർ ബഹുട്ടികളുടെ വിശേഷണം അവിടെ കൊടുത്തിട്ടുണ്ട്. സുർഗ് ചുവന്നതാണ്, മുലായം ഗദ്ബതി വളരെ സോഫ്റ്റ് ആണ്, അതേപോലെ തന്നെ എന്താ ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേം, മണ്ണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രക്തത്തിന്റെ, ഗൂൻ എന്ന് പറഞ്ഞാൽ രക്തമാണല്ലേ, രക്തത്തിന്റെ നല്ല മനോഹരമായിട്ടുള്ള പ്യാരി പ്യാരി ബൂന്തേ, മനോഹരമായ തുള്ളികളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങോട്ട് എഴുതി വെച്ചാൽ മക്കളെ 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കാണ്, 1 മാർക്ക് കിട്ടി. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉത്തരങ്ങൾ കിട്ടും അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ബീർ ബഹുട്ടി തന്നെയാണ്. ബീർ ബഹുട്ടി എന്ന് വന്നിട്ടുള്ള അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ബീർ ബഹുട്ടി കഹാനി കെ ആധാർ പർ ദോസ്തി കെ സംബന്ധ് പർ ടിപ്പണി ലിഖേ. എങ്ങോട്ടേക്കാ? ദോസ്തി കെ സംബന്ധ്, ദോസ്തി എന്ന് പറഞ്ഞാൽ സൗഹൃദം. അപ്പോൾ ബീർ ബഹുട്ടി എന്ന് പറഞ്ഞ കഹാനിയുടെ ആശയം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോസ്തി കാ മഹത്ത്, സൗഹൃദത്തിന്റെ മഹത്വം
മാത്രമാണ് അല്ലേ. ബേലയും സാഹിലും രണ്ട് കൂട്ടുകാരാണ്, അവരുടെ ആ നല്ല സുന്ദരമായ സൗഹൃദമാണ് നമുക്ക് അതിലൂടെ പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ സൗഹൃദത്തിൻ്റെ മഹത്വമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടിപ്പണിയാണ് ചോദിച്ചത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തതാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വീണ്ടും റീപോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയുന്നത് ബേല ഓർ സാഹിൽ സച്ചേ ദോസ്ത് ഹേ, രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ദോനം പാഞ്ചേം കക്ഷേമേം പഠിത്തേ ഹേ, രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദോനം ഫൂലേരേമേ രഹത്തെ ഹേ, രണ്ടുപേരും ഫൂലേരയിലാണ് താമസിക്കുന്നത്. അതേപോലെ തന്നെ ദോനം എന്താണ് ബീർബഹുട്ടിയും കോ പസന്ത് കർത്തേ ഹേ, രണ്ടുപേർക്കും എന്താണ് ബീർബഹുട്ടികളെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ ദോനം കക്ഷേമേം ക്ലാസ്സിൽ പാസ് പാസ് ബൈഠത്തെ ഹേ, അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ലിഖത്തെ സമയം എഴുതുന്ന സമയത്തും ഓർ പഠിത്തേ സമയം, പിന്നെ ഗേൽത്തെ സമയം പഠിക്കുന്ന സമയത്തായാലും കളിക്കുന്ന സമയത്തായാലും സബി സമയം വേ സാത്ത് സാത്ത് ഹേ, എപ്പോഴും അവർ ഒരുമിച്ച് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു 5-6 സെന്റൻസ് ഉണ്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, ഹെഡിങ് ആയിട്ട് ദോസ്തിക്ക മാത്ത് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്താൽ മതി. ഇത്ര കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് വാക്കുകളുടെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദി എഴുതാക്കാം. ഓക്കെ, ഇത്ര പണിയുള്ളൂ ഹിന്ദി. ദെൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഥവാ എന്ന് പറഞ്ഞിട്ട് വേറെ ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താ, ഗണിതക്ക് മാഡ്സാബ് സുരേന്ദ്ര ജി കെ ബുരേ വ്യവഹാർ സേ. ബുരേ വ്യവഹാർ എന്ന് പറഞ്ഞാൽ ബുരേ എന്ന് പറഞ്ഞാൽ മോശം എന്നാണ് അർത്ഥം, വ്യവഹാർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം എന്നാണ് അർത്ഥം. അപ്പോൾ ഗണിതക്ക് മാഡ്സാബ് എന്ന് പറഞ്ഞാൽ മാഷല്ലേ, കണക്കിന്റെ മാഷായിട്ടുള്ള സുരേന്ദ്രജി. ഇവിടെയൊക്കെ ചിലപ്പോൾ വൺവേടൊക്കെ ചോദിക്കട്ടോ, സുരേന്ദ്രജി എന്താ കോൺസി വിഷയം പഠാത്തേ ഹേ, സുരേന്ദ്രജി ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ ഗണിതാണെന്നാണ് ആൻസർ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പം ചോദിച്ചേക്കാം. എന്തായാലും അതോടുകൂടി നമ്മുടെ ബേലയുടെ മനസ്സ്, ബേലാക്കാമ്മൻ എന്താണ് ബൗത്ത് ഗരാബ് ഹോഗയ അല്ലെ, വളരെ മോശമായി അല്ലെങ്കിൽ സങ്കടപ്പെട്ടു. ആ ദിവസം ബേല ഇതൊന്നൊരു ഡയറി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ബേലയുടെ ഒരു ഡയറിയാണ് ചോദിച്ചത്. സുരേന്ദ്ര മാഷ് ബേലയുടെ മുടിക്കൊക്കെ പിടിച്ചില്ലടാ, അന്ന് ബേല ഇതൊന്നൊരു ഡയറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഡയറി നമുക്ക് പരീക്ഷയിൽ വരും. മിക്കവാറും എല്ലാ പരീക്ഷകളിലും ഡയറി നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് ഡയറി വന്നാലും എഴുതാവുന്ന ഒരു ടൈപ്പ് ഡയറിയുടെ എന്താ പറയുക, അതിൻ്റെ ഒരു ഫോർമാറ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് കൺഫേം ആയിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് നിങ്ങളൊന്ന് നിങ്ങളുടെ കണ്ടന്റും കൂടി വെച്ചെടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഇനി എന്താണ്, അതെല്ലാം നിങ്ങൾക്ക് ഡയറി പഠിക്കാൻ പറ്റുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ബീർബഹുട്ടിയിലെ ഈ ഒരു ഡയറി മസ്റ്റ് ആയിട്ട് പഠിക്കണം. അതായത് ബേലയുടെയോ സാഹിലിൻ്റെയോ രണ്ടും സെയിം കണ്ടന്റ് ആണ്. അത് പഠിച്ചത് അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരാളുടെ ഡയറി പഠിച്ചാൽ രണ്ടിലേക്ക് ഉപകരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ചാപ്റ്ററിൽ ഒരു ഡയറി പഠിച്ചാൽ ആ ചാപ്റ്ററിലെ കത്തിനും അതേ കണ്ടന്റ് വെച്ചുകൊടുത്താൽ മതി. ഫോർമാറ്റ് മാത്രം മാറ്റിയാൽ മതി. കത്തിൻ്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്താണ്, അത് കണ്ടാൽ മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് ചാപ്റ്ററിൻ്റെ ഡയറി പഠിച്ചാലും മക്കൾക്ക് എന്ത് ചെയ്താൽ മതി, ഫോർമാറ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തായിട്ട് മാറും. അപ്പോൾ ഡയറി പഠിക്കുകയാണെങ്കിൽ, ഡയറി ആയാലും കത്തായാലും മക്കൾ പഠിക്കുകയാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം, ബീർബഹുട്ടിൽ നിന്ന് പഠിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ടാക്കൂർ കാ ക്വാമിലെ ഗംഗിയുടെ ഡയറി അതല്ലെങ്കിൽ ജോഗുവിൻ്റെ ഡയറി, രണ്ടായാലും ഏകദേശം സെയിം കണ്ടന്റ് ആണ്. 2 പേരിൽ അവരുടെ ഡയറി പഠിച്ചു കഴിഞ്ഞാൽ കത്ത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഡയറി കത്ത് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ മതി. ഇത് രണ്ടും ചിലപ്പോൾ ഒരുമിച്ച് പരീക്ഷയ്ക്ക് വരണമെന്നില്ല. അഥവാ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഡയറി വന്നു കഴിഞ്ഞാൽ ആ ഡയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയറിയുടെ കണ്ടന്റ് നമുക്ക് കത്തിലേക്ക് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ ടാക്കൂർ കാ ക്വാമിലെ കത്ത് അല്ലെങ്കിൽ ഡയറി പഠിക്കുന്നു. അതേപോലെ തന്നെ ബീർബഹുട്ടിയിലെ ഡയറി പഠിക്കുന്നു. പിന്നെ അയാം കലാം കെ ബഹാലിലെ മോർപാലിൻ്റെ ഡയറി, അതേപോലെ തന്നെ ചോട്ടുവിൻ്റെ ഡയറി അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗുഡലിത്തോ പരായിയിലെ ഗുഡലിയുടെ ഡയറി. പിന്നെ അതേപോലെ മോഹൻ രാകേഷിൻ്റെ ഡയറി, നമ്മുടെ ഏതാ പാഠം, നമ്മുടെ ഈ യാത്രാവൃത്തുണ്ടല്ലോ, അതായത് ദിശാഹീൻ ദിശ, അതിലെ മോഹൻ രാകേഷിൻ്റെ ഡയറി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ ഡയറി അല്ലെങ്കിൽ ചാർലി ചാപ്ലിൻ്റെ ഡയറി. രണ്ടും സെയിം കണ്ടന്റ് ആണ്, ഒന്ന് പഠിച്ചാൽ രണ്ടുമായി. ഓക്കെ, അപ്പോൾ ഇത്രയും ഡയറികളാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. ഇതെല്ലാം കൂടി പഠിച്ചപ്പം ഒന്നുകൂടി റിവൈൻഡ് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഏതൊക്കെ ഡയറികളാണെന്ന് മനസ്സിലാവും. ഇതിലേതെങ്കിലും ഒന്ന് മക്കൾക്ക് വരും. അപ്പം എന്ത് വിചാരിച്ചാൽ ഈ ചാപ്റ്ററിനൊക്കെ ഏറ്റവും മിനിമം ഒരു ഡയറിയെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ നിങ്ങൾ സേഫായി. അതല്ലെങ്കിൽ മക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞ ഈ ഫോർമാറ്റ് പഠിച്ചിട്ട് എല്ലാ ഡയറിയുടെയും കണ്ടന്റ് ഒന്ന് 2-3 സെന്റൻസ് കണ്ടന്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിനുള്ളിൽ കയറ്റി കൊടുത്താലും ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ബുദ്ധി പോലെ ചെയ്യുക. ഇനി മക്കളെ, ബച്ചേ കാംപർ ജാരഹേ എന്ന് പറഞ്ഞ കവിത ഇല്ലടാ നമ്മുടെ അവസാനത്തെ, ആ കവിതയുടെ കുറച്ച് വരികൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന്. സോ അവിടെ നോക്കൂ, 6ാമത്തെ ചോദ്യം. നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ 6ാമത്തെ ചോദ്യം തന്നെ ആയിരിക്കും കവിത എന്ന് വരിക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പം ബച്ചേ കാംപർ ജാരഹേ വന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ടൂട്ടാ പഹി ആയിരിക്കാം, അല്ലെങ്കിൽ അക്കാലോ റോസ്കെ ബാദ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും 3 കവിതയും പഠിച്ച മക്കൾ സേഫായി. ഞാനൊരു ചാൻസ് കൂടുതൽ കാണുന്നത് ബച്ചേ കാംപർ ജാരഹേക്കാണ്. പക്ഷെ അത് മാത്രം പഠിച്ചിട്ട് പോകരുത്. എന്ത് ചെയ്യുക, 3 കവിതകളും പഠിക്കുക. അപ്പം അതിൽ നിന്ന് ഒരു ചോദ്യം വന്ന് നോക്കിയാൽ, പർവ്വത് കേരിയെ പ്രയുക്ത ശബ്ദ കോൺസാഹേ. ഈ പർവ്വത് പറഞ്ഞാൽ പർവ്വതം എന്നാണ്. പർവ്വതം എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രയുക്ത ശബ്ദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമാനമായിട്ടുള്ള ഒരു ശബ്ദം ഈ കവിതയിലുണ്ട്. നമുക്ക് ഈ കവിത വായിച്ചാണ് ഇവിടെ പഹാഡ് എന്ന് കാണാം. പഹാഡ് എന്നതിൻ്റെ അർത്ഥം പർവ്വത് എന്നാണ്, പർവ്വതം എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് തന്നിട്ട് അതിനോട് സമാനമായ അർത്ഥമുള്ള വാക്ക് കവിതയെന്നോ അല്ലെങ്കിൽ കഥയിൽ നിന്നോ കണ്ടെത്താൻ പറയും. ഇനിയിപ്പോൾ ടൂട്ടാപ്പഹി ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലോഹാലേന എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്, അർത്ഥം ഏതാണെന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കുറേ വാക്ക് വരും. അപ്പോൾ ലോഹാലേന, ടൂട്ടാപ്പഹി പറഞ്ഞില്ലേ, ലോഹാലേ സക്താവും ബ്രഹ്മാസ്ത്രവും സെ ലോഹാലെ സക്താവും എന്ന് പറയുന്നുണ്ട് അല്ലേ. ടൂട്ടാപ്പഹി എന്ന് പറഞ്ഞതില്ലേ, ഈ ലോഹാലേന പറഞ്ഞാൽ നേരിടുക എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഹിന്ദി മീനിങ് എന്താ, സാംന കർണ എന്നാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ സാംന കർണ എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓർത്തു വെക്കുക, ലോഹാലേന സാംന കർണ. തിരിച്ചും ചോദിക്കാം, ചിലപ്പോൾ സാംന കർണ എന്നൊരു വാക്ക് എന്നിട്ട് അതിൻ്റെ പ്രയുക്ത ശബ്ദ കവിതാസെ ചുൻകർ ലിഖ എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട വാക്ക്
കവിത എന്ന് എടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ ആൻസർ ലോഹാലേനയാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ചാർലി ചാപ്ലിന്റെ ജീവനിയായിട്ടുള്ള സബ്സെ ബഡേ ഷോമേന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും നമ്മുടെ പ്രശംസാ കർണ എന്നതിന്റെ സമാനമായിട്ടുള്ള അർത്ഥം കണ്ടെത്താൻ പറയും. പ്രശംസാ കർണ എന്നതിന്റെ സമാനമായ അർത്ഥം താരിഫ് കർണ എന്നാണ്. ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമുക്കറിയാം ലോഗ് എന്നാണ് മാംകോ ഹാത്ത് മിലാക്കർ, അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഹസ്തദാനം നൽകിക്കൊണ്ട് ഉസ്കി ചോട്ടെ ബച്ചേക്കോ താരിഫ് കിയ എന്ന് പറയുന്നുണ്ട്. അവളുടെ ചെറിയ കുട്ടിയെ അഭിനന്ദിച്ചു എന്ന്. അപ്പോൾ അഭിനന്ദിക്കുക എന്നുള്ളതിന് താരിഫ് കർണ എന്നാണ് പറയുക. അതിന്റെ മറ്റൊരു വാക്ക് എന്താണ്? പ്രശംസാ കർണ. പിന്നെ വാവാഹി കർണ എന്നൊരു വാക്കുണ്ട്. നമുക്കത് അയാം കലാം കെ ബഹാനയിൽ കാണാം. ആ 3 വാക്കുകൾ പഠിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ സമാനമായ അർത്ഥം വരുന്ന വാക്കുകൾ ചോദിക്കും. അപ്പോൾ ഇതിനൊക്കെ പാഠഭാഗത്തിന് അർത്ഥങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് മക്കൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരും. ബ്രാക്കറ്റിൽ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കണ്ടോ പഹാഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാഠഭാഗം വായിച്ചൊരു കുട്ടിക്ക് ഇങ്ങനെ ആൻസർ ചെയ്താൻ പറ്റും. ഇനി അടുത്ത ചോദ്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖ. ഞാൻ പറഞ്ഞു അകാൽ ഉസ്കെ ബാദ്, അതേപോലെ തന്നെ ബച്ചേ കാം പർ ജാ രഹേ. ഈ 3 കവിതയിൽ ഏതെങ്കിലും ഒന്നിന്റെ ആശയം നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും പഠിക്കുക, മറക്കരുത്. അതായത് നമ്മുടെ പബ്ലിക് എക്സാമിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ബച്ചേ കാം പർ ജാ രഹേയുടെ ആശയം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. അതായത് അടുത്തത് അയാം കലാം കെ ബഹാനെ. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട എല്ലാ പ്രാവശ്യം ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററാണ് അയാം കലാം കെ ബഹാനെ എന്ന് പറഞ്ഞ ചാപ്റ്റർ. നമുക്കറിയാം മിഹിർ പാണ്ഡെ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ കഥകളും കവിതകളൊക്കെ ഏത് ടൈപ്പാണ്? കിസ് വിദാക്കി രചന എന്നുള്ള ചോദ്യമാണ്. ഉദാഹരണത്തിന് ടൂട്ടാ പഹിയ കിസ് വിദാക്കി രചന എന്ന് വെച്ചാൽ അത് കവിതയാണ്. അതേപോലെ തന്നെ നമ്മുടെ ദിശാഹീൻ ദിശ കിസ് വിദാക്കി രചന എന്ന് വെച്ചാൽ അത് യാത്രാവൃത്താണ്. അതേപോലെ ബസന്ത് മേരെ ഗൗക്ക കിസ് വിദാക്കി രചന എന്ന് വെച്ചാൽ അത് ലേഖാണ്. അതേപോലെ ബീർബഹുട്ടി കിസ് വിദാക്കി രചന എന്ന് വെച്ചാൽ അത് എന്താണ്? നമ്മുടെ കഥയാണ്, അത് കഹാനിയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ കിസ് വിദാക്കി രചന എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. ഓക്കെ, അതല്ലെങ്കിൽ എഴുത്തുകാരുടെ പേര് ചോദിച്ചേക്കാം. അപ്പോൾ ടാക്കൂർ കാക്കുവാം എന്ന കിസ് കി രചന ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രേംചന്ദ് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചോദ്യമൊക്കെ വരാം. അപ്പോൾ നമ്മൾ എഴുത്തുകാരുടെ പേരും ഏത് ടൈപ്പാന്നൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി അയാം കലാം കെ ബഹാന മിഹിർ പാണ്ഡെ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്, ഒരു ഫിലിമി ലേഖമാണ് അല്ലേ? അതായത് ഒരു സിനിമാ ലേഖനം. അയാം കലാം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ലേഖനമാണ്. സിനിമയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മുടെ അയാം കലാം കെ ബഹാനെ. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലേഖനം അല്ലേ? അപ്പോൾ അതിൽ നമ്മുടെ മിഹിർ പാണ്ഡെ അയാളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ എന്താണ്? മിഹിർ പാണ്ഡെ അയാളുടെ കൂട്ടുകാരനായ മോർപാലുമായിട്ടുള്ള സൗഹൃദത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പിന്നെ അയാൾ കണ്ട സിനിമ അയാം കലാം എന്ന് പറഞ്ഞ നീൽമാധവ് പാണ്ഡെയുടെ ഒരു സിനിമയാണ് അല്ലേ? ആ സംവിധായകന്റെ പേര് ഫിലിം ക നിദേശക് എന്നാണ് പറയുന്നത്. സംവിധായകന് നിദേശക് കോൻഹെ എന്ന് വെച്ചാൽ നീൽമാധവ് പാണ്ഡെയാണ്. അപ്പോൾ ആ നീൽമാധവ് പാണ്ഡെയുടെ അയാം കലാം കെ ബഹാനെ അയാം കലാം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമയിൽ 2 കഥാപാത്രങ്ങളുണ്ട്, ചോട്ടും റൺവിജയും. ഇവർ തമ്മിലുള്ള സൗഹൃദം കണ്ടപ്പോൾ തൻ്റെ കുട്ടിക്കാലത്ത് മോർപാലുമായിട്ടുള്ള സൗഹൃദവുമായിട്ട് ഈ സിനിമയ്ക്ക് ചില ബന്ധമുണ്ടെന്ന് മിഹിറിന് തോന്നുകയാണ്. അങ്ങനെയാണ് മിഹിർ ആ ഒരു കഥ എഴുതുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിനൊക്കെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാം. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്, കുറച്ച് ചോദ്യം. അതിൽ ഒന്നാമത്തെ നോക്കിയാൽ സഹി വികൽപ്പ് ചുൻകർ ലിഖെ. ഇത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊന്നല്ല, ഇങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് സാധാരണ ചോദിക്കുന്നതാണ്. ഇവിടെ നോക്കിയാൽ വഹ് പ്ലസ് കാ ഉൻക, വേ പ്ലസ് കാ ഉൻക, എ പ്ലസ് കാ ഉൻക, വേ, പിന്നെ അതേപോലെ തന്നെ യഹ് പ്ലസ് കാ ഉൻക. ഇങ്ങനെ കണ്ടിട്ട് എല്ലാവരും ഉൻക 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 ഇതെന്തോ അലക്കെന്ന് വിചാരിക്കേണ്ട. ഇത് സിമ്പിളാണ്. ഇതെന്താ മനസ്സിലാക്കേണ്ട അറിയോ? നമുക്ക് ചില സർവ്വനാമങ്ങളുണ്ട്. നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട 4 സർവ്വനാമം ഏതൊക്കെയാ? ഒന്ന് യഹ്, മറ്റൊന്ന് വഹ്, പിന്നെ വേറൊന്ന് വേ, എ, പിന്നെ വേറൊന്ന് വേ. ഈ 4 സർവ്വനാമങ്ങൾ മക്കളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇതിലേതെങ്കിലും ഒന്നാണ് പരീക്ഷയ്ക്ക് വരിക. ഇതിനോട് നമ്മൾ കാ വന്നാലും കീ വന്നാലും കെ വന്നാലും കോ വന്നാലും നേ വന്നാലും എന്ത് സാധനം വന്നു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇതിനോടൊരു പരസർഗ കൂടിക്കഴിഞ്ഞാൽ ഇസ് എന്ന സൗണ്ടായിട്ട് മാറും. എന്തായിട്ട് മാറും? ഇസ്. ഇപ്പം യഹിനോട് കാ കൂടിയാൽ യഹ് പ്ലസ് കാ ഇസ് കാ, യഹിനോട് കീ കൂടിയാൽ യഹ് പ്ലസ് കീ ഇസ് കീ, പിന്നെ യഹിനോട് കെ കൂടിയാൽ ഇസ് കെ, പിന്നെ യഹിനോട് കോ കൂടിയാൽ ഇസ് കോ. അങ്ങനെയാണ് മാറുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ യഹ് വന്നിട്ടില്ലേ? യഹ് പ്ലസ് കാ എന്താ വരിക? ഇസ്ക എന്നല്ലേ? അപ്പോൾ ഈ ഉത്തരം തെറ്റാണ് അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി. ഇനി വഹിനോടാണെങ്കിൽ ഉസ് എന്നാണ് വരിക. അപ്പോൾ വഹ് പ്ലസ് കാ ഉസ്ക, വഹ് പ്ലസ് കി ഉസ്കി, വഹ് പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് കോ ഉസ്കോ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ നോക്കി വഹ് പ്ലസ് കാ ഉൻക എന്നല്ലല്ലോ. അപ്പോൾ ഇതും തെറ്റാണ് അല്ലേ? അപ്പോൾ 2 തെറ്റായി. ഇനി എ വന്നാൽ ഇന്ന് എന്നാണ് വരിക. അപ്പോൾ എന്താ വരിക? എ പ്ലസ് കാ ഇൻക, എ പ്ലസ് കി ഇൻകി, എ പ്ലസ് കെ ഇൻകോ, എ പ്ലസ് കെ, പിന്നെ എ പ്ലസ് കെ ഇൻകെ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ നോക്കിയാൽ എ പ്ലസ് ക ഉൻക എന്നാണ്. അപ്പോൾ ഇതും തെറ്റാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ശരി ഏതാ? വേ വന്നാൽ ഉന്ന് എന്നാണ് വരിക. അപ്പം വേ പ്ലസ് ക എന്താ? ഉൻക, വേ പ്ലസ് കി ഉൻകി, വേ പ്ലസ് കെ ഉൻകെ, വേ പ്ലസ് കോ ഉൻകോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ വേ പ്ലസ് ക ഉൻക. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതാ? ഇതാണ്. ഇങ്ങനെയാണ് ഉത്തരം. വളരെ സിമ്പിളാണ്. ഇതങ്ങോട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തെറ്റില്ല. യഹ് ആണെങ്കിൽ ഇസ്, വഹ് ആണെങ്കിൽ ഉസ്, എ ആണെങ്കിൽ ഇന്ന്, വേ ആണെങ്കിൽ ഉന്ന്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചും ചോദിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന് ഉസ്ക എന്നൊരു വാക്ക് എന്നിട്ട് അതിൽ സർവ്വനാമം ഏതാ വെച്ചാൽ ഉസ് ആണല്ലോ. ഉസ് ആണെങ്കിൽ അതിൽ സർവ്വനാമം ഏതായിരിക്കും? വഹ്. ഇനി അതല്ലെങ്കിൽ ഇൻക എന്നൊരു വാക്ക് എന്നിട്ട് അതിൽ സർവ്വനാമം ഏതാ വെച്ചാൽ ഇന്നാണല്ലോ. ഇന്നാണെങ്കിൽ അതിൽ സർവ്വനാമം എ. അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഒരു മാർക്കാണ്, മിസ്സാക്കരുത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം അതിനേക്കാൾ സിമ്പിളാണ്. വിശേഷൺ ശബ്ദ ചുൻകർ ലിഖെ. വിശേഷണം. വിശേഷണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനത്തിന് കൊടുക്കുന്ന കോംപ്ലിമെന്റ് അല്ലടാ. ഇപ്പോൾ
ഇപ്പോൾ ഇതിൻ്റെ നിറം കറുപ്പാണ്, എൻ്റെ ഷർട്ടിൻ്റെ നിറം കറുപ്പാണ്, ഞാനൊരു വിശേഷണം കൊടുത്താണ് കറുത്ത കുപ്പായം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഭംഗിയില്ലാത്തത്, ഉയരമുള്ളത്, ഉയരമില്ലാത്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിറം കൊണ്ടോ അല്ലെങ്കിൽ ഷേപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി കൊണ്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു സാധനത്തിന് ക്വാളിറ്റി ഒരു ഗുണം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു കോംപ്ലിമെന്റ് കൊടുക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ വിശേഷണം എന്ന് പറയാം. നമ്മൾ നമ്പറുകൾ വരെ വിശേഷണമാണ്. ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, അല്ലെങ്കിൽ എന്താ ഒരു പുസ്തകം, രണ്ട് പുസ്തകം, ഇങ്ങനെ നമ്പറുകൾ കൊടുക്കാറുണ്ട്. ഇതുവരെ വിശേഷണമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെ വിശേഷണങ്ങൾ? നിറം വിശേഷണമാണ്, നമ്പറുകൾ വിശേഷണമാണ്, ആകൃതികൾ വിശേഷണമാണ്, ഗുണങ്ങൾ വിശേഷണമാണ്, ക്വാളിറ്റികൾ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വാക്ക് ഇതിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ കപ്പടെ എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നല്ലേ. വസ്ത്രം എന്നുള്ളത് ഒരു നൗണാണ്, വിശേഷണമല്ല അല്ലേ. പിന്നെ ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ്, അപ്പോൾ അതും ഒരു വിശേഷണമല്ല. ദെൻ യൂണിഫോം എന്ന് പറഞ്ഞാൽ യൂണിഫോം ആണ്, അതും ഒരു വിശേഷണമല്ല. അടുത്തൊക്കെ ബഡേ, വലിയ എന്നുള്ളൊരു വിശേഷണമല്ലേ. ഇപ്പോൾ ബഡേ ബായ്, വലിയ സഹോദരൻ, എന്താ സഹോദരന് കൊടുത്തൊരു വിശേഷണമാണ്. ബഡേ കപ്പടെ എന്താ വലിയ വസ്ത്രം, അപ്പോൾ അതൊരു വിശേഷണം. ഇനി ബഡേ ഷഹർ, വലിയ പട്ടണം, അതൊരു വിശേഷണമല്ലേ. ബഡേ ബാസാർ, വലിയ ചന്ത അല്ലേ. അപ്പോൾ ബഡേ എന്ന് പറഞ്ഞ ഒരു വിശേഷണം, ഒരു ക്വാളിറ്റിയാണ് അല്ലേ. ഇനി ദൂസര ലടുക്ക, വിശേഷണം ഏതാ? ദൂസര, രണ്ടാമത്തെ കുട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് വിശേഷണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കുറേ 4 വാക്കുന്നിടയിൽ വിശേഷണം കണ്ടെത്താൻ ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നിറം കൊണ്ടോ ക്വാളിറ്റി കൊണ്ടൊക്കെ എന്തെങ്കിലും വിശേഷമുള്ള വാക്കുകൾ ഉണ്ടോ എന്ന് അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സാധാരണ ചോദിക്കുന്ന മെത്തേഡിലും വിശേഷണം ചോദിക്കാം. ഉദാഹരണത്തിന് ടൂട്ട പഹിയ, ഇതിലെ വിശേഷണം ഏതാ? ഫസ്റ്റത്തെ വാക്ക് ടൂട്ട. കാനി കുത്തിയ, അതിലെ വിശേഷണം ഏതാ? കാനി അല്ലേ. ദുസ്സാഹസി അഭിമന്യു, വിശേഷണം ഏതാ? ദുസ്സാഹസി. ബഡേ മഹാരഥി, വിശേഷണം ഏതാ? ബഡേ. അങ്ങനെ 2 വാക്ക് എന്നിട്ട് വിശേഷണ ശബ്ദ കൊൻസായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. നമുക്ക് എന്താ, ആ ഫസ്റ്റത്തെ വാക്കായിരിക്കും വിശേഷണം. നമ്മുടെ അയാം കലാം കെ ബഹാനെ എന്ന് നിങ്ങൾക്ക് വന്ന് സഹി മിലാൻ കരെ എന്നൊരു ചോദ്യമാണ്. ഇതും തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ അത് ബീർ ബഹുട്ടി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടാക്കൂർ കാക്കുവാമെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഗുഡലി തോബറായി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ദിശായിൻ ദിശ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ അയാം കലാം കെ ബഹാനെ എന്ന് ചോദിക്കാം. എന്തായാലും സഹി മിലാൻ കരെ എന്ന് പറഞ്ഞൊരു ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും നിങ്ങൾക്ക് കാണാം. സഹി മിലാൻ കരെ എന്ന് പറഞ്ഞാൽ ചേരുംപടി ചേർക്കാനല്ല, മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ നമുക്ക് പാഠഭാഗം നന്നായിട്ട് വായിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇവിടെ നോക്കിയാൽ മോർപാൽ, മിഹിർ, കലാം, രൺവിജയ്, നമ്മുടെ അയാം കലാം കെ ബഹാനയിലെ 4 കഥാപാത്രങ്ങളാണ് അല്ലേ. സോ മോർപാൽ നമുക്ക് അവിടെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ മോർപാലിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. മോർപാലിന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ കല്യാണത്തിന് പോലും എന്താണ് നമ്മുടെ യൂണിഫോം, നീലക്കാക്കി യൂണിഫോം ധരിക്കാറുണ്ട്. പിന്നെ ഗേത്ത് മസൂരി, അതായത് കൃഷിപ്പണിക്കാരാണ് അവൻ്റെ ഫാമിലിയൊക്കെ ചെയ്യുന്നത്. ഗരീബി, പാവപ്പെട്ടവനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയല്ലോ. അതേപോലെ തന്നെ മിഹിറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവൻ വലിയ ബഡേ ബാസാർസെ നയ ഗരീ കപ്പട ബഡേ ബേത്തർ കപ്പട ഗരീത്ത അല്ലേ, വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങാറുണ്ട്. അമീർ പരിവാർ ബല അല്ലേ, അതായത് സമ്പന്നമായ കുടുംബത്തിൽപ്പെട്ടവനാണ്. അതേപോലെ തന്നെ സ്കൂൾ ജാനേക്ക് രോയാ കർത്തേ അല്ലേ, സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോവാതിരിക്കാനായിട്ട് കരയാറുണ്ട്. റോസ് നയ ബഹാനെ ബനാത്തെ അല്ലേ, ദിവസവും കെട്ടുകഥകൾ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ സ്കൂൾ കോ ചുട്ടി മിൽനെ पर അല്ലേ, അതായത് ബാരിഷ് കെ സമയം, മഴ പെയ്യുന്ന സമയത്ത് സ്കൂൾ കെ രാസ്തമേ പാനി ഭർ ജാനെ സെ, വെള്ളം നിറയുമ്പോൾ അവനെന്ത് ചെയ്യും, ഗർസെ നാച്ചാ കർത്തേത്തെ, വീട്ടിൽ നിന്നാണ്ട് ഡാൻസ് കളിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മിഹിറിൻ്റെ കാര്യം. പിന്നെ അതേപോലെ തന്നെ എന്താ, ഗർസെ രാജ്മാ ലാത്താ അല്ലേ, വീട്ടിൽ നിന്ന് നമ്മുടെ രാജ്മാ എന്ന് പറഞ്ഞ ഭക്ഷണം കൊണ്ടുവരാറുണ്ട്, അതായത് നമ്മുടെ പരിപ്പ് കറി കൊണ്ടുവരാറുണ്ട്. നമ്മുടെ മോർപ്പാലാണെങ്കിൽ ഗർസെ ചാഞ്ച് ലാത്താ അല്ലേ, അതായത് നമ്മുടെ മോര് കൊണ്ടുവരാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ചോട്ടുവിൻ്റെ കലാമിൻ്റെ കാര്യമാണെങ്കിൽ, കലാം എന്ന് പറഞ്ഞാൽ ചോട്ടു അല്ലേ. ചോട്ടു നമുക്കറിയാം ടാണിയിലെ ഒരു ചായക്കട, ചായക്ക് ദുക്കാൻ മേം കാം കർത്താ അല്ലേ, ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. അതേപോലെ തന്നെ അവൻ ഇതുപോലെ പാവപ്പെട്ട കുട്ടിയാണ്. സ്കൂൾ ജാന ഓർ എന്താ ടി വി മേ ദേക്കുന്ന കലാം ജയ്സെ, രാഷ്ട്രപതി കലാം ജയ്സേക്ക് മഹാൻ വ്യക്തി ബന്നാ ചാത്ത അല്ലേ, ഈ ടി വിയിൽ കാണുന്ന രാഷ്ട്രപതി കലാമിനെ പോലെ മഹാനായ വ്യക്തിയാവണം, സ്കൂളിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവനാണ്. പിന്നെ അതേപോലെ എന്താ സീഗ്നേമിയൻ തേഴ്സ്, വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നവരാണ് കാര്യങ്ങളൊക്കെ. ഹിന്ദി മാലും ഹേലെ, ഹിന്ദി നന്നായിട്ട് അറിയാം. പിന്നെ അതേപോലെ ഉണ്ടുക്കി ദവാ കർണ ആത്ത ഹേ, ഉണ്ട് സവേരി ആത്ത ഹേലെ, അതായത് ഉണ്ട് തന്നെ ഒട്ടകത്തിൽ പുറത്ത് സവാരി ചെയ്യാൻ അറിയാം, ഒട്ടകത്തിനെ ചികിത്സിക്കാൻ അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കലാമിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കി വെക്കണം. രൺവിജയൻ്റെ കാര്യമാണെങ്കിൽ എന്താ, ടാണിക്ക് റാണ കുൻവർ സിംഗ് കി ബേട്ട അല്ലേ, കുൻവർ സിംഗ് എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. അമീർ പരിവാർ വല, വലിയ സമ്പന്നനാണ്. അംഗ്രേസി സ്കൂൾ മേം പഠിത്തം അല്ലേ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ ഹിന്ദി മേം എന്താണ്, ഹിന്ദി ഉസ്ക കംസോരി അല്ലേ, ഹിന്ദി വളരെ വീക്കാണ്. ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ചോദ്യങ്ങളല്ലേ ഇവിടെ മാച്ച് ചെയ്യാൻ വന്നത്, നമുക്ക് നോക്കാം. ചായ്ക്ക് ദുക്കാൻ മേം കാം കർത്താ ഹേ, ആരാണ്? അത് കലാമാണ്. പിന്നെ ഭാഷൺ പ്രതിയോഗിത മേം പ്രഥം പുരസ്കാർ പാത്താ ഹേ, അതായത് ഭാഷൺ എന്ന് പറഞ്ഞാൽ പ്രസംഗമാണ്, പ്രതിയോഗിത എന്ന് പറഞ്ഞാൽ മത്സരമാണ്. ഭാഷൺ പ്രതിയോഗിത എന്ന് പറഞ്ഞാൽ പ്രസംഗ മത്സരത്തിൽ പ്രഥം പുരസ്കാർ, പ്രഥം എന്ന് പറഞ്ഞാൽ ഒന്നാം സമ്മാനം, പ്രഥം പുരസ്കാർ എന്നുള്ളതിന്റെ വിശേഷണം എന്താ? പ്രഥം അല്ലേ. അപ്പോൾ ഒന്നാം സമ്മാനം നേടിയത് ആരാണ്? നമ്മുടെ രൺവിജയ് സിംഗ് ആണ്. ആരെഴുതി കൊടുത്ത കത്താണ്? ഭാഷണാണ്, പ്രസംഗമാണ്, നമ്മുടെ കലാം എഴുതി കൊടുത്ത പ്രസംഗമാണ് അല്ലേ. അപ്പോൾ രൺവിജയ് സിംഗ് ആണ് ഇത് യോജിക്കുന്നത്. ഒന്നാം സമ്മാനം കിട്ടിയത് രൺവിജയ് സിംഗിന്. പിന്നെ ഗർസെ രാജ്മാൽ ആത്താ ഹേ, വീട്ടിൽ നിന്ന് പരിപ്പ് കറി കൊണ്ടുവരുന്നതാണ്, അത് നമ്മുടെ മിഹിറാണ്. പിന്നെ റോസ് സ്കൂൾ ജാനാ ചാത്താ ഹേ, ദിവസവും സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരാണ്? നമ്മുടെ മോർപ്പാലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ പാഠഭാഗം വായിച്ച് അർത്ഥം മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കുക. അപ്പം ഇതുപോലെ തന്നെ ചിലപ്പോൾ അത് നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ ചാപ്റ്റർ എന്നാവാം, അല്ലെങ്കിൽ ഗുഡ്ലിത്തോ ബരായി എന്നാവാം, അല്ലെങ്കിൽ ബസന്ത് മേരേഗ ഓക്കെ എന്നുള്ള ചാപ്റ്റർ എന്നാവാം. ഏത് ചാപ്റ്ററിന് വേണമെങ്കിലും നമുക്ക് സൈ മിലാൻ കരെ വരും. എല്ലാ ചാപ്റ്ററിനും മീനിങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈ മിലാൻ കരെ ഏത് ചാപ്റ്ററിൽ വന്നാലും എഴുതാം. ഓക്കെ.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇപ്പൊ ഈ കലാം കെ ബഹ എന്ന് ഇത് മാത്രമേ വരുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ കോൺവെർസേഷൻ വരാം, അല്ലെങ്കിൽ മോർപാലിന്റെയോ അല്ലെങ്കിൽ മിഹിറിന്റെയോ ഡയറി വരാം, അതേപോലെ മിഹിറിനല്ല നമ്മുടെ ചോട്ടുവിന്റെയോ ഡയറി വരാം, അല്ലെങ്കിൽ ചോട്ടുവിന്റെ കത്ത് വരാം. അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ആ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞാൽ ബീർബൌട്ടിൽ പറഞ്ഞാൽ ദോസ്തി കെ ബാരെ മീൻ സൗഹൃദത്തെക്കുറിച്ചൊരു ടിപ്പണി തയ്യാറാക്കാൻ വന്നേക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അതിനും വന്നേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഇനി സബ്സെ ബഡേ ഷോമ എന്നാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ബോക്സിൽ. അതിൽ നിന്ന് വന്ന ഫസ്റ്റ് ചോദ്യം നോക്ക്. സഹി വാക്യ ചുൻകർ ലിഖെ, ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ്. എന്നിട്ട് 4 വാക്ക് തന്നു. എന്താ? മാം ഡർനെ ലഗ, മാം ഡർനെ ലഗെ, മാം ഡർനെ ലഗി, മാം ഡർനി ലഗി. കണ്ടു നോക്കിയിട്ട് ഒക്കെ ഒരേ വാരിയുണ്ട് അല്ലേ? അപ്പോൾ മക്കൾ മനസ്സിലാക്കണം, ഹിന്ദിയിലെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആ എന്ന് പറഞ്ഞാൽ അതൊരു ആണാണ്, ഈ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണാണ്, എ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, ഒരു പെണ്ണെന്നില്ല, പെണ്ണാണെങ്കിൽ ഇ. ഓക്കെ, കുറെ ആണുങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണും പെണ്ണും മിക്സ് ആണെങ്കിൽ എ. ഇതാണ് ഹിന്ദിയിലെ ഗ്രാമർ. ഇപ്പോൾ ഉദാഹരണത്തിന് ക എന്ന് പറഞ്ഞാൽ ആണ്, ക എന്ന് പറഞ്ഞാൽ ക, ആ സൗണ്ട് അല്ലേ? അപ്പൊ കീ എന്ന് പറഞ്ഞാൽ പെണ്ണ്, അപ്പൊ കുറെ ആണുങ്ങളോ അല്ലെങ്കിൽ ആണും പെണ്ണും മിക്സ് ആയിട്ട് വന്നാൽ കെ. ഓക്കെ, ഇനി ത എന്ന് പറഞ്ഞാൽ ആണ്, അപ്പൊ പെണ്ണെന്തായിരിക്കും? തി. പിന്നെ തേ എന്ന് പറഞ്ഞാൽ കുറെ ആണുങ്ങൾ. ഇതാണ് ഹിന്ദിയിലെ ഗ്രാമർ. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ബേല പോയി എന്നെങ്ങനെ പറയാ? ബേല ഗയി. അപ്പൊ ബേലക്ക് വരും സാഹിൽ വെക്കാൻ പറഞ്ഞാൽ എന്താ പറയണ്ടേ? സാഹിൽ ഗയ. ഓക്കെ, ഈ അതേപോലെ തന്നെ എന്താണ്? നമ്മുടെ ഗംഗി വെള്ളം കൊണ്ടുവരുന്നു, എങ്ങനെ പറയാ? ഗംഗി പാനി ലാത്തി ഹേ അല്ലേ? ലാത്തി കാരണം പെണ്ണാണ്. എന്നാൽ ഗംഗിക്ക് വരും ജോഗു വെക്കാൻ പറഞ്ഞാലോ? ജോഗു പാനി ലാത്താ ഹേ. ഇത്രയേ ഉള്ളൂ കാര്യം. അതുപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ നോക്കിയാ. ലഗ, ലഗി, ലഗെ. ആ ലഗ എന്നുള്ള വാക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ആണിനുള്ളതാ അല്ലേ? ലഗി എന്ന് കണ്ടാൽ നമുക്കറിയാം അത് പെണ്ണിനുള്ളതാ. ലഗ എന്നുള്ളത് കണ്ടാൽ അറിയാം അത് ആർക്കുള്ളതാ? കുറേ ആണുങ്ങൾക്കുള്ളതാ അല്ലേ? നമുക്ക് ചാർലി ചാപ്ലിന്റെ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ്? ലോഗ് ചില്ലാനേ ലഖെ. കണ്ടില്ലേ? ലോഗ് ചില്ലാനേ ലഖെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേ എന്നൊരു വാക്കില്ലടാ. ഈ നേ എന്ന വാക്ക് ഒരു വെർബിന്റെ കൂടെ കൂടുമ്പോൾ, അതായത് ക്രിയയുടെ കൂടെ കൂടുമ്പോൾ അതിനർത്ഥം വരിക ആണെന്നാണ്. ഉദാഹരണത്തിന് ചൽ എന്ന് പറഞ്ഞാൽ നടക്കാന്നല്ലേ? ചലിന്റെ കൂടെ നേ വന്നാൽ എന്താ? ചൽനെ. ചലിനെ എന്ന് പറഞ്ഞാൽ നടക്കാൻ അല്ലേ? ഇനി ഉഡ് എന്ന് പറഞ്ഞാൽ പറക്കുക അല്ലെങ്കിൽ എഴുന്നേൽക്കാന്നല്ലേ? അപ്പൊ എഴുന്നേൽക്കാൻ അല്ലെങ്കിൽ പറക്കാന്ന് എങ്ങനെ പറയാ? ഉഡിനെ. ഇനി ഗാ എന്ന് പറഞ്ഞാൽ പാടുക എന്നല്ലേ? അപ്പൊ പാടാന്ന് എങ്ങനെ പറയാ? ഗാനെ. ഇനി രോ എന്ന് പറഞ്ഞാൽ കരയാന്നല്ലേ? കരയാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാ? രോനെ. പിന്നെ സോ എന്ന് പറഞ്ഞാൽ ഉറങ്ങാന്നല്ലേ? അപ്പൊ ഉറങ്ങാൻ എങ്ങനെ പറയാ? സോനെ. അപ്പൊ ഒരു വെർബിന്റെ കൂടെ നേ വന്നാൽ ആൻ. അപ്പൊ ആ നേ മാറൂല എന്ന് മക്കളെ കണ്ട് മനസ്സിലാക്കിയത്. നേ മാറൂല. ഓക്കെ, പകരം എന്താ മാറുക? അവസാനത്തെ ലഗ, ലഗ, ലഗി. ഓക്കെ, ആണാണെങ്കിൽ ലഗ വരും, പെണ്ണാണെങ്കിൽ ലഗി വരും, കുറെ ആണുങ്ങളുണ്ടെങ്കിൽ ലഗ വരും. ഇതാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എല്ലാത്തിലും മാമല്ലേ? മാം എന്നുള്ള പെണ്ണല്ലേ? മാം പെണ്ണാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡർനെ തന്നെ വരാം, നേ മാറൂല. അപ്പൊ അമ്മ ഭയപ്പെടാൻ, അമ്മ പേടിക്കാൻ തുടങ്ങി എന്നല്ലേ നമുക്ക് വരുന്നത്? അമ്മ പെണ്ണായതുകൊണ്ട് ലഗി എന്നല്ലേ വരിക. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെയും ലഗി ഉണ്ട്, ഇവിടെയും ലഗി ഉണ്ട് അല്ലെ? 2 ലഗി ഉണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി. കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ നോക്കിയാ ഡർനെ ലഗി എന്നാണ്, ഇവിടെ ഡർനി ലഗി എന്നാണ്. ഏതാ ശരി? ഡർനെ. നേ മാറൂലല്ലോ, നേ മാറൂല അല്ലെ? അത് ആൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്തായാലും എന്താ ആൻസർ വരിക? മാം ഡർനെ ലഗി. മനസ്സിലായി? ലഗി. ആ മാമിന് വരാൻ ചാർലി ആയിരുന്നെങ്കിൽ എങ്ങനെ വരിക? ചാർലി ഡർനെ ലഗ. മനസ്സിലായില്ലേ? ഇനി ഗുഡലി കരയാൻ തുടങ്ങിയെന്ന് എങ്ങനെ പറയാ? ഗുഡലി രോനെ ലഗി. ഗുഡലിക്ക് വരും ബയ്യ കരയാൻ തുടങ്ങിയെന്ന് എങ്ങനെ? സഹോദരൻ കരയാൻ തുടങ്ങിയെന്ന് എങ്ങനെ പറയാ? ബയ്യ ആണല്ലേ? അപ്പൊ ബയ്യ രോനെ ലഗ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് കൺഫേം ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, നേ പ്ലസ് ലഗ, ലഗി, ലഗെ. അത് ഓർത്തുക. നേ മാറൂല എന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എന്തായാലും ശരിയാവും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിയാൽ 12ാമത്തെ. മാം ഡർ ഗയിക്കോ. 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യം. അമ്മ ഭയപ്പെട്ടു എന്തിന്? ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്ന കാര്യങ്ങൾ. നമ്മൾ ആദ്യം മലയാളത്തിൽ അർത്ഥം മനസ്സിലാക്കുക. എന്താ അമ്മ എന്തിനാ ഭയപ്പെട്ടത്? എന്തിനാ? അതായത് മാനേജർ ചാർലിക്കോ സ്റ്റേജ് पर भेजने की जिद किया. മാനേജർ എന്ത് ചെയ്തു? ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ സിദ്ദ് കിയാന വാശി പിടിച്ചു അല്ലെ? അതാണ് കാരണം. അപ്പൊ നമുക്കറിയാം എന്താണ്? ചാർലി ഉസ്കെ പഹലെ കബി സ്റ്റേജ് पर नहीं आया അല്ലെ? ചാർലി ഇതിനു മുന്നേ ഒരിക്കൽ പോലും എന്തില്ല? സ്റ്റേജ് पर नहीं आया, സ്റ്റേജിലേക്ക് വന്നിട്ടില്ല അല്ലെ? ഇസ്ലിയെ എന്താണ്? മാനെ സോച്ച, അമ്മ ചിന്തിച്ചു എന്ത്? 5 साल के എന്താണ്? ചോട്ടെ ബച്ച, അതായത് 5 വയസ്സുകാരനായി ചെറിയ കുട്ടി ഉസ് ഉഗ്ര ഭീഡ് ആ വലിയ ജനക്കൂട്ടത്തെ കൈസെ സാമന കരയുക, എങ്ങനെയാണ് നേരിടുക എന്ന് ആര് ഭയപ്പെട്ടു? അമ്മ ഓർത്തു. ഇതാണ് എന്ത്? അമ്മ ഭയപ്പെടാനുള്ള കാരണം അല്ലെ? അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. ഓക്കെ, ഏറ്റവും മിനിമം മാനേജർ ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ നിർബന്ധിച്ചുള്ള പോയിന്റ് എങ്കിലും എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത നമ്മുടെ ചാർലി ചാപ്ലിന്റെ ചാപ്റ്ററിന് നിങ്ങൾക്ക് 4 മാർക്കിന്റെ ചോദ്യം 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്നെന്താ? ജീവനിക്ക് ഇസ് പ്രസംഗമേം. ജീവനിയുടെ മാനേജറും ചാർലിയുടെ അമ്മയും തമ്മിൽ സംഭാഷണമൊക്കെ നടക്കുന്നുണ്ട്, കലഹൊക്കെ നടക്കുന്നില്ലേ? വാക്തർക്കം ബഹസ് എന്ന് പറയില്ലേ? ആ സമയത്ത് നടക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് മേലെ
തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സംഭവം വേണമെങ്കിലും തരാം. ഓക്കെ, എന്നിട്ട് അതിനെക്കുറിച്ചൊരു സംഭവം, ഇത് ബാത്ത് ചീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ എന്നാണ് പറയുക. അപ്പോൾ അവിടെ അമ്മയും മാനേജറും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത് കോൺവെർസേഷൻ ഈ ചാപ്റ്ററിൽ തന്നെ വരണമെന്നില്ല, എന്തായാലും കോൺവെർസേഷൻ നിങ്ങൾക്ക് മിക്കവാറും വരും. അത് ചിലപ്പോൾ നമ്മുടെ ഏതെന്ന് വരാം, അയാം കലാം കെ ബഹാനെ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ടാക്കൂർ കാ കുആം എന്ന് വരാം, അല്ലെങ്കിൽ ബീർബഹുട്ടി എന്ന് വരാം, അല്ലെങ്കിൽ ഗുഡലി തോ പരായി എന്ന് വരാം, ഏതിൽ നിന്ന് വേണമെങ്കിലും വരാം. അപ്പോൾ കോൺവെർസേഷൻ ഏത് വന്നാലും എങ്ങനെയാണ് അതിൻ്റെ കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ പട്കഥയുടെ ഫോർമാറ്റിൻ്റെ അടിയിൽ സംവാദം എന്നുള്ള പോർഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ കുറേ സെൻറ്റൻസുകൾ കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മലയാളത്തിൽ, ഞാൻ അതിൻ്റെ ഒരു ട്രെയിനിങ് വേണമെങ്കിൽ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം, ടൈമിൽ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേന് ചെയ്യാം. മോഡൽ എക്സാമിന് നമുക്ക് തീരെ ടൈമില്ല, എല്ലാ എക്സാമും ചടപടയെന്ന് പറഞ്ഞിട്ടാണ്. പബ്ലിക് എക്സാം ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഒക്കെ അടിപൊളി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് A+ എന്തായാലും ഞാൻ എത്തിച്ചേരുന്നു കേട്ടോ. ഇതിന് മുന്നിലുള്ള കുട്ടികളോടൊക്കെ ചോദിച്ചാൽ മതി, പേടിക്കേണ്ട, നമ്മളുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി പഠിച്ചാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് എന്താ, ചാർലി കെ പഹലെ ഷോ കെ ജിക്ർ കർത്തേ ഹുയെ, പഹലെ ഷോ കെ ജിക്ർ കർണ എന്ന് പറഞ്ഞാൽ പരാമർശിക്കുക, അല്ലെങ്കിൽ എന്താണ് അത് വിവരിക്കുക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ചാർലിയുടെ ആദ്യത്തെ ഷോയുടെ കാര്യങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, ഒരു രപ്പട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടാണ്, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ന്യൂസ് പേപ്പർ ആയാലും റിപ്പോർട്ടായാലും ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ ചാർലിയുടെ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ രപ്പട്ട് നമുക്ക് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്താണ്, അതൊന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ രപ്പട്ട് ഇത് മാത്രം വരണമെന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഫൂൽദേഹി ത്യോഹാറിനെ കുറിച്ച് രപ്പട്ട് ചോദിച്ചേക്കാം. ഓക്കെ, ബസന്ത് മേരേഗ ഓക്കെ എന്ന്. അപ്പോൾ അതും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്താണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചാർലി ചാപ്പിളിൻ്റെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡയറി പഠിക്കുന്നതാണ്. ആ ഡയറി തന്നെ നമുക്ക് രപ്പട്ടായിട്ട് മെല്ലെ ചെറുതായിട്ട് ഇങ്ങനെ മെയിം എന്നൊക്കെ ഉള്ളൊന്ന് മാറ്റി കൊടുത്താൽ, മെയിം എന്നുള്ളടത്തൊക്കെ ചാർലി എന്നൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താവും, അത് രപ്പട്ടായിട്ട് മാറും. അവർ ഹെഡിങ് മാത്രം കൊടുത്താൽ മതി, ദുനിയാക്ക സബ്സെ ബഡേ ഷോ മാൻ ബൻ ഹുവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു എലം ബൻ ഗയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ് കൊടുത്താണ്ട് ചാമ്പി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ നോട്ട് തന്നിട്ടുള്ള നോട്ട് പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗുഡലി തോ പരായി എന്ന് പറഞ്ഞ ചാപ്റ്റർ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ അതിൽ നിന്നൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ചോദ്യം ഇതാണ്, 14ാമത്തെ ചോദ്യം, യഹ് ഗർഹി തോ പരായ ഹേ, ഈ വീട് അന്യൻ്റേതാണ്. പരായ എന്നാണ് അന്യൻ എന്നല്ലേ, അന്യൻ്റേതാണ്. ഇതിന്റെ മത്ലബ് എന്നാണ് അർത്ഥം, ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ആയിട്ട് 4 വാക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ വീട് അന്യൻ്റേതാണെന്ന് പറഞ്ഞതാരാ, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കട്ടെ, ഒരു ഡയലോഗ് തന്നിട്ട് യഹ് കിസ്ക കഥൻ ഹേ എന്ന് ചോദിക്കും. ഈ കഥൻ എന്ന വാക്കൊന്ന് മക്കൾ ഓർത്ത് വെച്ചേക്കണ്ടി. കഥൻ എന്ന് പറഞ്ഞാൽ പ്രസ്താവന എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയലോഗ് യഹ് ഗർഹി തോ പരായ ഹേ എന്ന് പറഞ്ഞ ഡയലോഗ് എന്നിട്ട് ഇത് ആരുടെ പ്രസ്താവന എന്ന് വെച്ചാൽ നമുക്കറിയാം അത് ആരുടേതാ, അത് ബുവ, ബുഡലിക്ക് ബുവ അല്ലെ ഗുഡലിയുടെ അമ്മായിയുടേതാണ് ആ പ്രസ്താവന. ഇനി അതല്ലെങ്കിൽ പറയണത് എന്ത്, ഹാത്ത് പാവ് തൊടുവാ ഹോക, കയ്യും കാലും ഒടിച്ചു വരും. ഇത് പറഞ്ഞത് ആരാണെങ്കിൽ ഈ കിസ്ക കഥൻ ഹേ, അത് പറഞ്ഞത് നമ്മുടെ ജോഗുവാണ് അല്ലേ. അതേപോലെ തന്നെ ദൂസര പാനി ആവേ കഹാഗി, രണ്ടാമതൊരു വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരും, ഇത് പറഞ്ഞത് നമ്മുടെ ഗംഗിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ മക്കൾ പഠിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ എന്താ, ദേക്കോ യേ ബീർബഹുട്ടി കെ രംഗ് തുമാരെ റിബൺ കെ ജയ്സെ ലാൽ ഹേ, ഈ ബീർബഹുട്ടിയുടെ നിറം നിന്റെ റിബണിനെ പോലെ ചുവന്നതാണല്ലോ, ഇത് പറഞ്ഞതാരാ, യേ കിസ്ക കഥൻ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാഹിലിൻ്റെതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊന്ന് മനസ്സിലാക്കുക. അതേപോലെ ബാദൽ കോ ദേഖ് കർ ഗഡോം കോ ദുലാന നഹി ചാഹിയേ, യേ കിസ്ക കഥൻ ഹേ, ഇതാരുടെ പ്രസ്താവനയാ, ആ മേഘങ്ങൾ കണ്ട് കുടങ്ങമിത്തരുത് തന്നെ ദുഃഖാന്താറാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊന്നും മനസ്സിലാക്കുക. പാഠഭാഗം വായിച്ചാൽ മനസ്സിലാവും ആരാ പറഞ്ഞതെന്നൊക്കെ ഓരോ ഡയലോഗും. എന്തായാലും ഇവിടെ ചോദിച്ചത് അതല്ല, ഈ പറഞ്ഞ ഡയലോഗിൻ്റെ അർത്ഥം എന്താണ്, ഈ വീട് അന്യൻ്റേതാണെന്ന് അമ്മായി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത്. നമുക്കറിയാം ആ വീട് അന്യൻ എന്നവിടെ ഉദ്ദേശിച്ചത് ആ ഗുഡലിയുടെ സഹോദരൻ ബായി അല്ലേ, നക്കടു അല്ലേ. അപ്പോൾ നമുക്കിവിടെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, യഹ് ഗർ ബായി കാഹെ, ഈ വീട് ബായിയുടേതാണ്, നിൻ്റേതല്ല, നീ പെണ്ണാണ്, പെണ്ണിൻ്റെ വീടല്ല എന്നാണ് അമ്മായി അതിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് തന്നിട്ട് അതിനോട് സമാനമായിട്ടുള്ള ഒരു അർത്ഥം എന്താണ്, ആശയം എന്താണെന്നൊക്കെ ചിലപ്പം ചോദിക്കും. അധികം ഇത് കവിത എന്നൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഉദാഹരണത്തിന് ബച്ചെ കാമ്പർ ജാരേ എന്ന് പറഞ്ഞ കവിത ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ബച്ചെ പഠനേക്ക് അവസരസെ വഞ്ചിത് ഹേ, ഇത് സൂചിപ്പിക്കുന്ന പങ്ക്തിയാം, അതായത് വരികൾ കണ്ടെത്താൻ പറയും. ഓക്കെ, അപ്പം ബച്ചെ പഠനേക്ക് അവസരസെ വഞ്ചിത് ഹേ, കുട്ടികൾ പഠിക്കാനുള്ള അവസരത്താൽ വഞ്ചിക്കപ്പെടുന്നു. അങ്ങനെയുള്ള വരി അതിൽ ഏതാണുള്ളത് നമുക്കറിയാം. അതിലിങ്ങനെ പറയുന്നുണ്ട് എന്താണ്, ക്യാ ദീമഗോനെ ഖാലിയാ ഹേ സാരി രംഗ് ബിരംഗെ കിതാബോങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദീമഗോം, ദീമഗോ എന്ന് പറഞ്ഞാൽ ചിതലുകളാണ് അല്ലേ. എന്താ ചിതലുകൾ ഖാലിയാ ഹേ തിന്നുപോയോ, എന്തിനെ, സാരി രംഗ് ബിരംഗെ കിതാബോങ്കോ വർണ്ണപ്പകിട്ടാർന്ന പുസ്തകങ്ങളെയൊക്കെ. അപ്പോൾ പുസ്തകങ്ങളൊക്കെ ചിതല് തന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഇങ്ങനെ പിന്നെ അതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും ബച്ചെ ഖേൽനേക്ക് അവസരസെ വഞ്ചിത് ഹേ, അതായത് കുട്ടികൾ കളിക്കാനുള്ള അവസരത്താൽ വഞ്ചിക്കപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്ന പങ്ക്തിയാം, വരികൾ കണ്ടെത്താൻ പറയും ബച്ചെ കാമ്പർ ജാരേ എന്നുള്ള കവിത എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മക്കൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം നമുക്ക് എന്താണ്, ക്യാ കാലേ പഹാഡ് കെ നീച്ചെ ദബ് ഗൈ ഹേ സാരേ ഖിലൗനെ, ഖിലൗനെ എന്നാണ് കളിപ്പാട്ടങ്ങൾ എന്നാണ് അർത്ഥം. എന്താ കാലേ പഹാഡ് കെ നീച്ചെ, പഹാഡ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പർവ്വതം. കാലേ പഹാഡ്, അതിനൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട് പഹാഡിന്, എന്താ കറുത്ത പർവ്വതം അല്ലേ, കാലേ പഹാഡ്. എന്താ കറുത്ത പർവ്വതത്തിനടിയിൽ ദബ് ഗൈ ഹേ അമർന്നു പോയോ സാരേ ഖിലൗനെ, എല്ലാ കളിപ്പാട്ടങ്ങളും എന്ന് ചോദിക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളില്ല എന്നാണ് കാണിപ്പിക്കുന്നത്, അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കിട്ടുന്നില്ല എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു അർത്ഥം തന്നിട്ട് അതേ അർത്ഥം വരുന്ന ആശയം വരുന്ന വരികൾ ഏതാണെന്നൊക്കെ ചിലപ്പം ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളുടെ അർത്ഥം ചോദിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി അടുത്ത് നോക്ക്, സഹി വാക്യ ചുൻകർ ലീഗെ, അതായത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. സോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗ്രാമറാണ്. ആ വന്നു കഴിഞ്ഞാൽ ആണ്, ഈ വന്നാൽ പെണ്ണ്, എ വന്നാൽ കുറേ ആണുങ്ങൾ. അത് മനസ്സിലാക്കിയേക്കാം. ഇവിടെ നോക്കിയാൽ എല്ലാത്തിലും ഗുഡലി അല്ലേ, ഗുഡലി പെണ്ണല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കിയാൽ രഹ വന്നിട്ടുണ്ട്, രഹേ വന്നിട്ടുണ്ട്, രഹി വന്നിട്ടുണ്ട്, രഹി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ഗുഡലി പെണ്ണായതുകൊണ്ട് രഹിയാണ് ശരി. ഇനി പ്രശ്നം എന്താ, ഇവിടെയും രഹിയാണ്, ഇവിടെയും രഹിയാണ് അല്ലേ. ഇവിടെ നോക്കിയാൽ ഗുഡലി ബയ്യാസെ ബോൾ രഹിയെ, ഗുഡലി അബയ്യയോട് സഹോദരനോട് സംസാരിക്കുന്നു, ഇവിടെ ഗുഡലി സഹോദരനോട് സംസാരിക്കുന്നു. പക്ഷെ പ്രശ്നം എന്താ, ഇവിടെ രഹി ഒന്നിൽ രഹി ഹേ എന്നാണ്, അല്ല ഹൈം എന്നാണ്, മറ്റൊന്നിൽ രഹി ഹേ എന്നാണ്. ഇത് നമ്മളുടെ വ്യത്യാസം എന്താ, ഹേ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഒരാളാണെങ്കിലാണ്, ഹൈം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് മോർ ദാൻ വൺ അല്ലേ. അതായത് ബഹുവചനമാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് നമ്മൾ ഹൈം ഉപയോഗിക്കല്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഗുഡലി ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ ഹൈം പറ്റൂല, അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ശരിയതാ രഹി ഹേ അല്ലേ. നമുക്കറിയാം ബച്ചേ കാം പർ ജാ രഹേ ഹേ, നമ്മുടെ കവിതന്റെ പേരല്ലേ ബച്ചേ. കുറേ ആൺകുട്ടികളുണ്ട് എന്താ പറഞ്ഞത്, രഹേ ഹൈം അല്ലേ, രഹേ ഹൈം. കുറേ ആൾക്കാരുണ്ട് എ സൗണ്ട് വന്നു പിന്നെ ഹൈം എന്ന് വന്നു. അത് മേർമച്ച് ബച്ചക്ക് വരും ബച്ച എന്നാണെങ്കിലോ, കുട്ടി എന്നാണെങ്കിലോ ബച്ച കാം പർ ജാ രഹാ ഹേ എന്ന് വരുമായിരുന്നു. അതിന് പകരം ബച്ചി പെൺകുട്ടി എന്നാണെങ്കിലോ ബച്ചി കാം പർ ജാ രഹി ഹേ എന്ന് വരുമായിരുന്നു. മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഗ്രാമർ എന്തായാലും പഠിച്ചു വെക്കുക, ഇതുപോലുള്ള ചോദ്യം മക്കൾക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത് നമുക്ക് ഇതേ ചാപ്റ്റർ തന്നെ, അതായത് നമ്മുടെ ഗുഡലിത്തോ പരായി എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യം വന്നിരിക്കുന്നത് ഒക്ടോബർ 11, ഇങ്ങനെ ഡേറ്റിന് തരണമെന്നൊന്നുമില്ല, എന്നാലും ഒക്ടോബർ 11 അന്താരാഷ്ട്രീയ ബാലികാ ദിവസേ, അതായത് ഇന്റർനാഷണൽ എന്താണ് ഗേൾസ് ഡേ, അതായത് വിമൻസ് ഡേ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ദിവസമാണ്. അതുകൊണ്ട് ബേസ് ചെയ്തിട്ട് ഈ അവസർ പറ, ആ ഒരു അവസരത്തിൽ ലടുക്കാ ലടുക്കി ഭേദഭാവം, അതായത് സ്ത്രീ പുരുഷ അസമത്വം അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഭേദം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഗുഡലിത്തോ പരായി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ആശയം സാമാജിക സമസ്യ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ലടുക്കാ ലടുക്കി ഭേദഭാവം അല്ലെങ്കിൽ സ്ത്രീ പുരുഷ അസമാനതയെ കുറിച്ചാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സങ്കോഷ്ഠി ഓനേവാല, ഈ പേര് ശ്രദ്ധിക്കുക, സങ്കോഷ്ഠി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെമിനാർ എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സെമിനാർ നിങ്ങളുടെ സ്കൂളിൽ നടക്കുകയാണ്. അതിനുവേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കുക, സങ്കോഷ്ഠി ഉണ്ട് എന്നെങ്കിൽ നിങ്ങൾക്ക് സങ്കോഷ്ഠി പോസ്റ്ററാണ് ഇതേണ്ടത്. ഇനി സങ്കോഷ്ഠി ഇല്ലാതെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു അതിൻ്റെ ആശയം ലടുക്കാൻ ലടുക്കി ഭേദഭാവം എന്നതിൻ്റെ ഒരു ആശയത്തെക്കുറിച്ചൊരു പോസ്റ്റർ, ആശയപ്പർ പോസ്റ്റർ തയ്യാറാക്കുകയാണെങ്കിൽ ആശയത്തെക്കുറിച്ചാണ് ഇതേണ്ടത്. സങ്കോഷ്ഠി ആകുമ്പോൾ സ്കൂളിൻ്റെ പേര് എഴുതണം, സങ്കോഷ്ഠി എഴുതണം, ഹെഡിങ് എഴുതണം, ഈ ഒരു അന്താരാഷ്ട്ര ദിവസം ആ ദിനം എഴുതണം. കുറേയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും എഴുതാനുള്ളത്. പിന്നെ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഒരു ക്യാപ്ഷൻ കൊടുക്കണം. അതേപോലെ തന്നെ ഒരു ഉദ്ഘാടകൻ വേണം, ഡേറ്റ് വേണം, സമയം വേണം, സ്കൂൾ സഭാഗൃഹം എന്നുള്ള സ്ഥലം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ നമ്മുടെ ആശയമാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുക, ഈ ഹെഡിങ് കൊടുക്കുക, പിന്നെ അടുത്തത് എന്താണ്, നമ്മൾ എന്തെങ്കിലും ഡയലോഗ് കൊടുക്കുന്നു, പിന്നെ ഒരു ചിത്രവും വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വ്യത്യാസം. പോസ്റ്ററുകളൊക്കെ നമ്മൾ ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റർ തന്നെ വരണം നിർബന്ധമില്ല. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഒരു സ്ത്രീ പുരുഷ സമാനതയെക്കുറിച്ചോ ലടുക്കാ ലടുക്കി ഭേദഭാവനെ കുറിച്ചോ, അതായത് പെൺകുട്ടികളെ കുറിച്ച് എന്തെങ്കിലും ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ചോദിക്കാം, പെൺകുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച്, സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റർ ചോദിക്കും. എല്ലാത്തിനും സെയിം കണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതല്ലെങ്കിൽ മക്കൾക്ക് ചോദിക്കുക, നമ്മുടെ ഈ ബച്ചേ കമ്പർ ജാരയെ പോലുള്ള ചാപ്റ്റർ ഉണ്ട്, അതായത് ബാലശ്രം. അപ്പോൾ ബാലശ്രം കെ വിരുദ്ധ, അതായത് നമ്മുടെ ബാലവേലയ്ക്കെതിരായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ചോദിക്കാം. അതും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചാനലിൽ. ഇനി അതല്ലെങ്കിൽ ജാതിപ്രദായക അഭിശാപം, ജാതി വ്യവസ്ഥ ഒരു അഭിശാപമാണ്, ശാപമാണ് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ചോദിക്കാം. അതുമല്ലെങ്കിൽ ഫൂൽദേഹി ത്യോഹാർ, നമ്മുടെ ഇത് ബസന്ത് മേരെ ഗൗക്കിന്റെ ഫൂൽദേഹി ത്യോഹാർ എന്ത് ചെയ്യുന്നു, അവരുടെ നാട്ടിൽ നടത്തപ്പെടുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ചോദിക്കാം. ഈ 4 പോസ്റ്ററിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മക്കൾക്ക് വരാൻ ചാൻസ്. അപ്പോൾ എന്തായാലും ഈ പോസ്റ്ററുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്താണ്, ഒന്നുകൂടി പോസ്റ്റ് ചെയ്യേണ്ടത്. അതൊക്കെ മക്കൾ കണ്ടിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഗുഡലി എന്ത് ചെയ്യുന്നു, അന്നത്തെ അനുഭവത്തിൽ അമ്മായിയൊക്കെ ചീത്ത പറഞ്ഞപ്പോൾ ഗുഡലിക്കാക്ക സങ്കടമായി, നീ വീട്ടിൽ എല്ലാന്നൊക്കെ പറഞ്ഞല്ലോ. അതിനെ ബേസ് ചെയ്തിട്ട് ഗുഡലി അവളുടെ സുഹൃത്തിന് അയക്കുന്ന ഒരു കത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗുഡലിയുടെ കത്തോ ഡയറിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇനി കത്തായാലും ഡയറി ആയാലും ഗുഡലിന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ അത് സായിലിൻ്റെ കത്തോ ഡയറിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ബേരയുടെ കത്തോ ഡയറിയോ ആയിരിക്കാം, അതല്ലെങ്കിൽ ചാർലി ചാപ്ലിൻ്റെയോ അതിൻ്റെ അമ്മയുടെയോ ഡയറിയോ കത്തോ ആയിരിക്കാം. അത് ഷൈൻ ദിശ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മോഹൻ രാകേഷിൻ്റെ കത്തോ ഡയറിയോ വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഏത് വേണമെങ്കിലും ഡയറിയും കത്തും വരാം. ഫോർമാറ്റ് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം 17ാമത്തത് ഒരു വാക്യ പിരമിഡാണ്. അത് ഏത് ചാപ്റ്റർ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ വന്ന് ദിശായിൻ ദിശ എന്നാണ് ചാപ്റ്ററിൻ്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ ദിശായിൻ ദിശയിൽ നാവ് ചലാത്താഹെ എന്നൊന്നുണ്ട്. നാവ് എന്ന് പറഞ്ഞാൽ തോണിയാണ് അല്ലേ, തോണി ഓടിക്കുന്നു. പിന്നെ മല്ലാഹ് നാവ് ചലാത്താഹെ, അതായത് തോണിക്കാരൻ തോണി ഓടിക്കുന്നു. മല്ലാഹ് എന്ന് പറഞ്ഞാൽ തോണിക്കാരൻ അല്ലേ. ഇനി നമുക്ക് ഇവിടെ 2 വാക്കുകളുണ്ട്. ബൂട്ട, ബൂട്ട എന്ന് പറഞ്ഞാൽ വൃദ്ധനായ, പിന്നെ ജീൽ മേ എന്ന് പറഞ്ഞാൽ തടാകത്തിൽ, ജീല് താലി എന്നൊക്കെ പറഞ്ഞാൽ തടാകം എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും അടുത്ത് വെക്കാം. വെക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, വാക്യ പിരമിഡ് ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക വെച്ചാൽ അർത്ഥം കറക്റ്റ് ആണോ. ഇപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, എങ്ങനെ പറയാ, ഞാൻ എന്നുള്ളതിന് മേം, ആദ്യം മേം വെക്കുക. പിന്നെ സ്കൂളിലേക്ക് എന്നുള്ളതിന് സ്കൂൾ, അപ്പം മേം സ്കൂൾ, പോകുന്നുള്ളതിന് ജാത്താഹു. മനസ്സിലായില്ലേ, ഞാൻ സ്കൂൾ. അപ്പം മലയാളം എങ്ങനെയാണോ നമ്മൾ പറയുന്നത് അതേപോലെ തന്നെയാണ് ഹിന്ദി എന്നുണ്ട്. ഓക്കെ, ഞാൻ പഠിക്കുന്നു, അപ്പം എന്താ ഇത് ഇങ്ങനെ പഠിത്താഹും മേം എന്നല്ല പറയുന്നത്,
കാരൻ എന്താ മേം പഠിത്താഹു, മനസ്സിലായില്ലേ? അപ്പൊ മലയാളം എങ്ങനെ പറഞ്ഞു അതേമാതിരിയാണ് ഹിന്ദി. അപ്പൊ ഇവിടെ നോക്കിയാ തോണിക്കാരൻ തോണി തുഴയുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇത് ഇവിടെ വെച്ചോക്കാം ബൂട്ട വൃദ്ധനായ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കാം എന്താ വൃദ്ധനായ തോണിക്കാരൻ തോണി തുഴയുന്നു. അപ്പൊ ബൂട്ട ഫസ്റ്റ് വെക്കാം. ഇനി അതില്ല തോണിക്കാരൻ വൃദ്ധനായ തോണി തുഴയുന്നു. തോണി വൃദ്ധനോ? തോണി അല്ലല്ലോ വൃദ്ധൻ അല്ലേ? വൃദ്ധനാരാ? മല്ലാഹാണ്. അപ്പൊ കറക്റ്റ് എവിടെ വെക്കാൻ പറ്റുക? ഫസ്റ്റ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ വരി എന്താ ബൂട്ട മല്ലാഹ് നാവ് ചലാത്താഹെ. അപ്പൊ ഒരു മാർക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ജീൽമേ എന്നല്ലേ തടാകത്തിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചോക്കാം എന്താ തടാകത്തിൽ വൃദ്ധനായ എന്താണ് തോണിക്കാരൻ തോണി തുഴയുന്നു. വലിയ കുഴപ്പമില്ല. പിന്നെ അടുത്ത് എന്താ വൃദ്ധനായ തോണിക്കാരൻ തടാകത്തിൽ തോണി തുഴയുന്നു. ഏതാ നല്ല ഭംഗി? രണ്ടാമത്തെ അല്ലേ? വൃദ്ധനായ തോണിക്കാരൻ തടാകത്തിൽ തോണി തുഴയുന്നു. നമ്മളെപ്പോഴും മനസ്സിലാക്കുക സബ്ജക്റ്റിന് ഫസ്റ്റ് പ്രയോറിറ്റി എടുക്കണം. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്നാണോ സ്കൂളിലേക്ക് ഞാൻ പോകുന്നു എന്നാണ് നമ്മൾ പറയല്? ഏറ്റവും നല്ല ഭംഗി ഫസ്റ്റ് സബ്ജക്റ്റിന് വെക്കുമ്പോഴല്ലേ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു അല്ലേ? ഞാൻ അവളെ കണ്ടു എന്നാണോ പറയല്, അല്ലെങ്കിൽ അവളെ ഞാൻ കണ്ടു എന്നാണോ പറയല്? നമ്മൾ പറയല് എപ്പോഴാ ഞാൻ അവളെ കണ്ടു അല്ലേ? നമ്മളെപ്പോഴും സബ്ജക്റ്റിനാണ് പ്രയോറിറ്റി എടുക്കുക. അതേപോലെ തന്നെയാണ് ഇന്ത്യൻ ഭാഷകൾ, ഇന്ത്യയൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം ബൂട്ടാ മല്ലാഹ് അല്ലേ ഇവിടെ തോണി തുഴയുന്നത്? അപ്പൊ അയാളെ ഫസ്റ്റ് തന്നെ വെക്കുക. എങ്ങനെ പറയാ? ബൂട്ടാ മല്ലാഹ് ജീൽ മേം തടാകത്തിൽ നാവ് ചലാത്താഹെ. നാവ് എന്ത് ചെയ്യുന്നു? അത് തോണി തുഴയുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. ഇനി മക്കളെ നമുക്ക് അവസാനത്തെ ചോദ്യം 18ാമത്തെ ചോദ്യമാണ്. 18 ചോദ്യങ്ങളല്ലേ, മാക്സിമം ഒരു 19 ചോദ്യക്കാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അബ്ദുൽ ജബ്ബാർക്ക് ചരിത്ര പർ ടിപ്പണി ലിഖേ എന്നാണ്. അപ്പൊ നമുക്കറിയാം ചരിത്ര പർ ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് ആണ് കേട്ടോ. ചരിത്ര ടിപ്പണി എന്ന് പറഞ്ഞാൽ അത് ഓർക്കുക. അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വരാൻ കൂടുതലും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് പ്രധാനമായിട്ടും 3-4 ആൾക്കാരുടെ പഠിക്കാനുള്ളൂ. മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് അബ്ദുൽ ജബ്ബാറിന്റെ, അതായത് ദിശായും ദിശയിൽ അബ്ദുൽ ജബ്ബാറിനാണ്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, കണ്ടു പഠിക്കുക. അപ്പോൾ പോയിന്റുകളൊക്കെ എവിടെ കൊടുത്തിട്ടുണ്ട്? ഗരീബ് എന്താ ഇതൊക്കെ സിമ്പിളാക്കി പോയിന്റുകൾ തന്നെ സെന്റൻസ് ആക്കിയത് എന്താ? അബ്ദുൽ ജബ്ബാർ എന്താണ് ഭോപ്പാൽ താൽമേ നാവ് ചലാത്താഹെ. ഭോപ്പാൽ താലിൽ എന്ത് ചെയ്യുന്നു? തോണി ഓടിക്കുന്നു. വഹിയൊക്കെ ഗരീബ് ആത്മി ഹെ, വളരെ ദരിദ്രനായ ഒരാളാണ്. അതേപോലെ തന്നെ പരിശ്രമശാലി ഹെ. പിന്നെ അതേപോലെ തന്നെ എന്താ വഹ് ഗുഷ്മി ഷാജി ഹെ, വളരെ എന്താ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവനാണ്. അതേപോലെ വഹിയൊക്കെ ഗസൽ ഗായിക ഹെ, വളരെ അച്ചി തരസെ ഗസൽ ഗാത്താ ഹെ, വളരെ നന്നായിട്ട് ഗസൽ പാടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ വാക്കുകൾ ഇതാ മതി. ഹെഡിങ് കൊടുക്കുക അബ്ദുൽ ജബ്ബാറിന്. ഓക്കെ, ചരിത്ര ടിപ്പണി ഇങ്ങനെയൊക്കെ ഹെഡിങ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും അബ്ദുൽ ജബ്ബാറിന്റെ ചരിത്ര ടിപ്പണി എന്തായാലും പഠിച്ചു വെക്കണം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ഗംഗയുടേത് ചോദിക്കാം. അബ്ദുൽ ജബ്ബാറിനെ ചോദിച്ചില്ലെങ്കിൽ ഗംഗയ്ക്ക് ചരിത്ര ടിപ്പണി, അതും നമ്മൾ വീഡിയോ ചെയ്താണ്. ഇനി അതും അല്ലെങ്കിൽ ഗുഡലിയുടേത് ചോദിക്കാം, ഗുഡലിക്ക് ചരിത്ര ടിപ്പണി. ഇതിലേതെങ്കിലും ഒന്നൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അതല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് സഹി 4 പ്രസ്താവ് ചുൻകറിലേക്ക്. എന്നിട്ട് നിങ്ങൾക്ക് 6 പ്രസ്താവന ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ആ 6 പ്രസ്താവനയിൽ എത്ര ശരി ഉണ്ടാവുള്ളൂ? 4 എണ്ണം. കണ്ണടച്ച് ഏതെങ്കിലും 4 എണ്ണം എഴുതി കഴിഞ്ഞാൽ, ഏതെങ്കിലും 4 എണ്ണം അങ്ങനെ 4 എണ്ണം എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് 2 മാർക്ക് കൺഫേം ആയിട്ട് കിട്ടും. ഇതാണ് ഇതിന്റെ കുട്ടൻസ്. പക്ഷെ മക്കൾ ഒരു കാരണവശാലും 4 എണ്ണത്തിൽ കുറച്ചു എഴുതാൻ പാടില്ല. 4 എണ്ണത്തിൽ കുറച്ച് എഴുതിയാൽ പിന്നെ ചാൻസ് കുറയും, പ്രോബബിലിറ്റി മറക്കണ്ട. ഇനി അതല്ല 4 എണ്ണത്തിൽ കൂടുതൽ എഴുതിയാൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കൂല, ഫുള്ള് വിട്ടിടും. ചില മക്കൾ അതിബുദ്ധി കാണിച്ചാലും 4 എണ്ണം. അപ്പോൾ 6 എണ്ണം എഴുതി കഴിഞ്ഞാൽ 4 എണ്ണം മൂപ്പര് നോക്കിക്കോളും. മാഷിന് അതല്ല പണി. അപ്പോൾ ഏതെങ്കിലും 4 എണ്ണം എഴുതി വെച്ചാൽ ഒന്നും അറിയാത്തവർക്കും 2 മാർക്ക് ഇവിടെ കൺഫേം ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പക്ഷെ മക്കൾ എന്ത് ചെയ്യണം? മക്കൾ അത് നോക്കാതെ പകരം എന്ത് ചെയ്യുക? ഇതിൽ കറക്റ്റ് ഒന്ന് വായിച്ചൊക്കെ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കിയവർക്ക് ഈസി ആയിട്ട് 4 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ചരിത്ര ടിപ്പണി ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഓപ്ഷൻ ആയിട്ട് വരാണ്, രക്ഷപ്പെട്ടില്ലേ അല്ലേ? അപ്പോൾ ഇതൊക്കെ മിക്കവാറും ഓപ്ഷൻ ആയിട്ടൊക്കെ ഡയറിക്കോ ലെറ്ററിനോ എന്തിനെങ്കിലൊക്കെ ഓപ്ഷൻ ആയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അപ്പം ഇതൊക്കെ പാഠഭാഗം വായിച്ചൊരു കുട്ടിയാണെങ്കിൽ ഒരു ഡയറിക്കൊക്കെ ഓപ്ഷൻ ആയിട്ട് വന്നാൽ ഈസിയാണ് അല്ലേ? നമുക്ക് ഡയറി ഒന്നും എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. സോ നോക്ക്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. അബ്ദുൽ ജബ്ബാർ ഭോപ്പാൽ താൽമേ നാവ് ഗേത്താ ഹെ. ഗേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലാന, അതായത് ഓടിക്കുക. ഓക്കെ, തുഴയുക എന്നാണ് അർത്ഥം. അപ്പോൾ അബ്ദുൽ ജബ്ബാർ ഭോപ്പാൽ താലിലൂടെ തോണി തുഴയുന്നു. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 1 കിട്ടി, 1 മാർക്ക് കിട്ടി. അടുത്തെന്താ? ശരിയുള്ളതാണ് ഇതെൻ്റെ കേട്ടോ. സഹി എന്ന് പറഞ്ഞാൽ ശരിയായ 4 പ്രസ്താവന തന്നെ. ശരിയായ 4 പ്രസ്താവന തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. 4 ശരി ഉണ്ടാവുള്ളേ. ഇനി അടുത്തേ അവിനാഷ് ഏക്ക് ഹിന്ദി ദൈനിക സമ്പാദക ഹെ. അവിനാഷ് അബ്ദുൽ ജബ്ബാറിന്റെ നമ്മുടെ മോഹൻ രാകേഷിന്റെ സ്നേഹിതനാണ് അല്ലേ? ഭോപ്പാലിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ഭോപ്പാൽ ഒരു ഹിന്ദി ദൈനിക, ഒരു ഹിന്ദി ദിനപത്രത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതും ശരിയാണ്, ഹിന്ദി ദൈനിക സമ്പാദക ഹെ അല്ലേ? ഇനി അടുത്തെന്താ? മോഹൻ രാകേഷ് അവിനാഷ് കെ സാത്ത് സവേരെ എന്നല്ല സബേരെ എന്നാണ്. സബേരെ ഭോപ്പാൽ താൽ ഗുംതെ. ഗുംനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക്കറങ്ങാനായി പോയിന്ന്. രാവിലെയാണോ ചുറ്റിക്കറങ്ങാൻ പോയത്? സവേരെ എന്ന് പറഞ്ഞാൽ സവേരെ എന്ന് പറഞ്ഞാൽ രാവിലെ എന്ന് അർത്ഥം അല്ലേ? രാവിലെയാണോ അവർ ചുറ്റിക്കറങ്ങാൻ പോയത്? അല്ല, രാത്രിയില്ല. അപ്പോൾ ഇത് തെറ്റാ. ഇങ്ങനെയൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുള്ളൂ, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തേ അബ്ദുൽ ജബ്ബാർ കെ ഗായൻ മേ മോഹൻ രാകേഷ് ഓർ അവിനാഷ് ലീൻ ഹോ ഗയി പറഞ്ഞാൽ ലയിച്ചു പോയി. അബ്ദുൽ ജബ്ബാറിന്റെ ഗായൻ എന്ന് പറഞ്ഞാൽ പാട്ടിൽ മോഹൻ രാകേഷും അവിനാഷും ലയിച്ചു പോയിന്ന്. ശരിയാണ്, ലയിച്ചു പോയല്ലോ അല്ലേ? ഇതിനടുത്തെന്താ? മോഹൻ രാകേഷ് സമുദ്ര തടസ്സേ ലംബി യാത്ര കർണ ചാത്ത ഹെ. മോഹൻ രാകേഷ് സമുദ്ര തീരത്തിലൂടെ നീണ്ട യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നു. ശരിയാണ്, അതുകൊണ്ടല്ലേ അവിടെ എത്തിപ്പെട്ടത് അല്ലേ? ഇതിനടുത്തെന്താ? രഹിനെ കേലിയെ കണ്ണൂർ
इंदौर अच्छी जगह नहीं है, താമസിക്കാൻ കണ്ണൂർ അത്ര നല്ല സ്ഥലമല്ലാന്ന്. അങ്ങനെയാണോ പാഠത്തിൽ പറയുന്നത്? അല്ല, അച്ചി ജഗഹ് എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമാണെന്ന് അല്ലേ, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അത് എന്താണ്? തെറ്റാണ് അല്ലേ, തെറ്റാണ്. അപ്പോൾ നമുക്ക് 2 എണ്ണം തെറ്റിട്ടി. ആ 2 എണ്ണം എഴുതിയാൽ ബാക്കി 4 എഴുതിയാൽ 4 മാർക്കാണ്. ഈസിയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, 1-2 തവണ വായിക്കണം, ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. ഉദാഹരണത്തിന് ബീർബഹുഡി എന്ന് പണ്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു, എന്താ അറിയോ? ബേല ഓർ സാഹിൽ കാലി സ്യാഹി ബർനെ ദുക്കാൻ ഗയാന്ന്. കാലി സ്യാഹി എന്ന്, കാലി സ്യാഹി പറഞ്ഞാൽ കറുത്ത മഷി. കറുത്ത മഷി വാങ്ങാനാണോ അവർ കടയിലേക്ക് പോയത്? അല്ല, നീലി സ്യാഹിയാണ്. പല കുട്ടികളും സ്യാഹി എന്ന് കേട്ടപ്പോൾ ചാടിക്കയറി അത് എഴുതി. അപ്പം മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് വായിക്കണം, ചിലപ്പോൾ ഉത്തരം തെറ്റിപ്പോവും. അപ്പോൾ മക്കളെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത്. ഇതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ മനസ്സിലാക്കുക. ഇതിൽ ഞാൻ കുറേ പാഠങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പാഠം ഒഴിവാക്കിയിട്ട് ചിലപ്പം വസന്ത് മേരെ ഗൗക്ക വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാപ്റ്റർ വരാം. അപ്പോൾ എന്തായാലും എല്ലാ ചാപ്റ്ററും മക്കളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. പക്ഷേ ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകളാണെന്ന് മനസ്സിലാക്കുക. ഈ ചാപ്റ്ററുകൾ ഒരിക്കലും വിടാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇനി ഹിന്ദി പരീക്ഷയ്ക്ക് എങ്ങനെയാണ് മാർക്ക് ഇടുക, അതേപോലെ തന്നെ നമ്മുടെ ഉടായ്പ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഉടൻ തന്നെ വരേണ്ടി. ഇംഗ്ലീഷ് നമുക്ക് പരീക്ഷയുടെ മുന്നായിട്ട് ചെയ്യാൻ വളരെ റിസ്ക് ആണ്, സമയം ഉണ്ടാവുന്നില്ല. ഇത് മോഡൽ എക്സാമിൻ്റെ മുന്നേ. പക്ഷേ പബ്ലിക് ആകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ എല്ലാ വീഡിയോകളും നമ്മൾ ചെയ്തിരിക്കും, പേടിക്കേണ്ട, നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.